ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വന്ദേ മാതരം. ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1915 ഭാദ്രമാസം 5-ാം തീയതി. 1993 സെപ്റ്റംബർ 24 ബുധനാഴ്ച. 476.2 മീറ്ററിൽ, അതായത് 630 കിലോ ഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പരിപാടികൾ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റും 31 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി ലീലാദേവി. വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. ജന്തുക്കളുടെ സൃഷ്ടിയിൽ അവയുടെ ആകാശവാണി തൃശൂർ. വാദ്യസംഗീതം ശ്രീ കെ വൈദ്യനാഥൻ പുല്ലാങ്കുഴൽ വായിക്കുന്നു. പാല കഴിക്കുമെന്ന് എങ്ങനെ അറിയാം? ബയോഡേറ്റ മുഴുവൻ നേരത്തെ തന്നിരുന്നോ? ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. എന്ത് കാര്യം തുറന്നു പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തയക്കാനുള്ള ചെറുക്കനെ കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. ചായ, കാപ്പി, മദ്യം, സിഗരറ്റ് ഇവയൊന്നും കഴിക്കില്ല. പാലേ കഴിക്കൂ. മത്സ്യമാംസാദികളിൽ അപ്രിയൻ. എന്താ, ശരിയല്ലേ? അല്ല, ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. അതുകൊണ്ട് ഇതൊക്കെ ആദ്യമേ അന്വേഷിച്ചു വെച്ചത്.
നീ ഇവിടെ എന്ത് കേൾക്കാൻ നിൽക്കുക? അച്ഛൻ എവിടെ എത്ര സ്ട്രേറ്റ് ഫോർവേഡ് പറയുന്നുണ്ടെന്ന് എണ്ണാൻ നിൽക്കുക. ഇപ്പൊ തന്നെ 2 എണ്ണായി. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ആ സ്ട്രേറ്റ് ഫോർവേഡ് സമ്മതിച്ച ഈ നിമിഷം തന്നെ എന്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്താ അച്ഛാ, റേഡിയോ. ഞാൻ അകത്ത് കിടന്ന് റേഡിയോ നോക്കുന്നു. എവിടെ കാണാനാ? ഭഗവാനെ, ആ ബാലചന്ദ്രന് TV ജോലി കിട്ടാഞ്ഞത് ഭാഗ്യം. എന്റെ പൊന്നു മോളെ, ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാലേ നിന്റെ ആകാശവാണിക്കാരൻ മംഗല്യ സൂത്രമായിട്ട് എത്തൂ. അതിനു മുമ്പ് നീ അവന്റെ ശബ്ദം കെട്ടിപ്പിടിച്ചോണ്ട് നടന്നാലോ? ഇനി ഞാൻ ബാറ്ററി മേടിച്ച് തെണ്ടും നാരായണി. കൊള്ളാം കൊള്ളാം. നിങ്ങൾ എന്തിനാ മോളെ കുറ്റം പറയുന്നത്? നിങ്ങളും ഭാരം മോളെ കണ്ടു പോയേ പിന്നെ റേഡിയോന്റെ മുന്നിൽ നിന്ന് മാറിയതേ ഇല്ല. അത് പിന്നെ ഞാൻ സ്റ്റേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട്. എന്റെ അച്ഛന്റെ ഈ സ്ട്രേറ്റ് ഫോർവേഡ് പറച്ചിൽ കാരണം എനിക്ക് വഴി കൂടി നടക്കാൻ വയ്യാണ്ടായി. സ്ട്രേറ്റ് ഫോർവേഡിന്റെ മോള് പോണു, സ്ട്രേറ്റ് ഫോർവേഡിന്റെ മോള് പോണുന്നാ ആൾക്കാര് പറയണേ. ഓ, എനിക്ക് വയ്യ എന്റെ അമ്മേ. മോക്ക് സ്കൂളിൽ പോകാൻ സമയമായോ? എന്നാ വല്ലതും കഴിച്ചിട്ട് പോവാൻ നോക്കെ. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും പെരുമാറ്റം കൂടി കണ്ടപ്പോ പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാൻ പോയില്ല. സ്വത്തിലും പണത്തിലും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ പോലെ തന്നെ നല്ല തറവാട്ടുകാരാ അവരും. കല്യാണത്തിന് 5-6 ദിവസം കൂടില്ലേ ഉള്ളൂ. ഇതുവരെ കല്യാണക്കുറി പോലും അടിച്ചു കിട്ടിയിട്ടില്ല. നേരിട്ട് വിളിക്കേണ്ടവർ തന്നെയില്ലേ ഒരുപാട്. അതെ. എത്തിയല്ലോ. നീ ഇത്ര നേരം എവിടെയായിരുന്നു മോനെ? അതെ, ആ പ്രസ്സിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്ര എന്നറിയോ? ഇപ്പോഴാ അച്ചടിച്ച് കിട്ടിയത്. മഷി പോലും ഉണങ്ങി കാണില്ല. ഇതേ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അസലായി. എന്റെ പേര് അച്ചടിച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം? അമ്മാവനെ ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തിയിരിക്കല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാൻഡിഡേറ്റ് അമ്മാവനാ. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ജാതകത്തിനും കിടപ്പുണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്കൊരു മാലയോഗം ഉണ്ടെന്ന്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ സൗന്ദര്യത്തിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കൂടെ കിട്ടണ്ടേ? ആ പിന്നെ നാളെ തന്നെ പോയി ആ കുട്ടിയുടെ ബ്ലൗസിന്റെ അളവ് മേടിച്ചോണ്ട് വരണം. ഇപ്പോഴേ തയ്ക്കാൻ കൊടുത്താലേ സമയത്ത് കിട്ടുള്ളൂ കേട്ടോ. രാവിലെ അളവ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. എന്താ, നിനക്ക് അങ്ങോട്ട് വല്ല അളവും കൊടുക്കാനുണ്ടോ? ജാക്കറ്റിന്റെ അളവിന് വേണ്ടി ഇതുവരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തിക്കുമായിരുന്നു. ഒന്നും സാരില്ല മോളെ എന്തോ. ഇതൊരല്പം ഇറക്കം കുറവാ. തയ്ക്കുമ്പോ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി തയ്ക്കാൻ പറയണം. ആയിക്കോട്ടെ. പിന്നെ ഇത് ബാലു കുട്ടിക്ക് തന്നയച്ചതാ. ലവ് ലെറ്റർ. പ്രിയമുള്ള ഇന്ദുവിന്, നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. ഒരുപാട് സംസാരിക്കണമെന്ന്. ഇനി 7 ദിവസങ്ങളല്ലേ ഉള്ളൂ. സമാധാനിച്ചുകൂടെ എന്നായിരിക്കും അല്ലേ? അല്ല, ഇനിയും നീണ്ട 7 ദിവസങ്ങൾ കൂടി കാത്തിരിക്കണമല്ലോ എന്ന ചിന്തയാണ് എന്റെ മനസ്സിൽ.
മഴവിൽ മുനയാൽ രൂപം എഴുതാൻ കൊതിയായി മാപ്പ് പറഞ്ഞ പാദം പുണരാൻ മോഹമേറെയായി മുൻനുരയാടാൻ കൊതിയായി കാണാൻ കൊതിയായി മഴവിൽ മുനയാൽ രൂപം എഴുതാൻ കൊതിയായി മുൻനുരയാടാൻ കൊതിയായി കാണാൻ കൊതിയായി മഴവിൽ മുനയാൽ രൂപം എഴുതാൻ കൊതിയായി പാലോ? നാരങ്ങുള്ളം വേണമെന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. സോറി, ചടങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതവിടെ വച്ചേക്കും. എന്താ പറയേണ്ടത്? എവിടെയാ തുടങ്ങേണ്ടത്? രക്ഷിക്കണേ ഭഗവാനെ. അയ്യോ, ഇപ്പോഴാ ഓർത്തത്. നാരായണൻകുട്ടിയുടെ ചെറുകഥയുണ്ട് റേഡിയോയില്.
കേൾക്കണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. യുവാനിലെ നാരായണൻകുട്ടിയെ ആളും എടുക്കന. വിവാഹ വാർഷികം TS നാരായണൻകുട്ടി എഴുതിയ ചെറുകഥ അദ്ദേഹം തന്നെ വായിക്കുന്നു. നവവധുവിനെയും കാത്ത് ഉണ്ണികൃഷ്ണൻ തന്റെ മുറിയിൽ അക്ഷമനായിരുന്നു. കാണാൻ സുന്ദരനാണെന്ന് ഒരാൾ പോലും പറയാത്ത തനിക്ക് വീണ് കിട്ടിയ സൗഭാഗ്യമാണ് ചന്ദ്രികയെന്ന് അയാൾ മനസ്സിൽ ഓർത്തു. പാലുമായി ചന്ദ്രിക മുറിക്കകത്ത് കയറി വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ വിയർക്കാൻ തുടങ്ങി. അവന്റെ വിറയൽ ചന്ദ്രിക ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. ഉണ്ണികൃഷ്ണന്റെ പരിഭ്രമം കണ്ടപ്പോൾ പൊട്ടിവന്ന ചിരിയടക്കാൻ ചന്ദ്രിക പാടുപെടുകയായിരുന്നു. നെറ്റിയിലെ അല്ലെങ്കിലും ഈ നാരായണൻകുട്ടി ഇത്തിരി ഓർ സ്മാർട്ടാ. ചെറുകഥ അത്ര ചെറുകഥ. ഈ സമയത്ത് പ്രക്ഷേപണം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് തലയ്ക്ക് വട്ട. പിന്നെ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയുക. എന്റെ ഭാഗത്തു നിന്നും ഇന്ന് എന്തെങ്കിലും അവിവേകം ഉണ്ടാവുക ക്ഷമിച്ചോളൂ കേട്ടോ. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 36 സെക്കൻഡ്. ഞങ്ങളുടെ അടുത്ത പരിപാടി ആരോഗ്യവേദി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS പത്മനാഭൻ. നാരായണി, ബാലു വെയിറ്റേറിയൻ സമ്മതിച്ചു. എന്നും വെച്ച് നീ പുല്ലും വൈക്കോലും ഒക്കെ വെട്ടിയെറിഞ്ഞ് പുഴുങ്ങി കൊടുത്ത് അവൻ കഴിക്കുവോ? നിങ്ങൾ തന്നെയല്ലേ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോയി അന്വേഷിച്ചത്? അതെ. എടി, ചായയും കാപ്പിയും കഴിക്കില്ലെന്ന് വെച്ച് ഇറച്ചിയും മീനും കഴിക്കാതെ വരുവോ? ഒരു കോഴി പൊരിച്ചയില്ലാതെ എന്തോന്ന് വിരുന്ന്. അച്ഛന് കോഴി പൊരിച്ചത് കഴിക്കണമെങ്കിൽ അതിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാ പോരെ? വെറുതെ എന്തിനാ ബാലുവേട്ടനെ കൂട്ടുപിടിക്കുന്നത്? കൈമാറ്റ്. അതാ ഞാൻ പറഞ്ഞത്, നീ അമ്മയുടെ മോള് തന്നെ. അമ്മ എന്ത് പറഞ്ഞാലും നീ അമ്മയുടെ ഭാഗം പിടിക്കത്തുള്ളൂ. അച്ഛന്റെ ഭാഗം പിടിക്കണോള് പോയല്ലോ. ദേ ഇപ്പൊ ഇങ്ങോട്ട് വരും. സമ്മതിച്ചു. 11 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 11 മണി. ഇങ്ങനെ കൃത്യനിഷ്ഠ വേണം. അവരെയാണ് എനിക്കിഷ്ടം. കാരണം അവർ സ്റ്റേറ്റ് ഫോർവേഡ് ആയിരിക്കും. യാത്രയൊക്കെ സുഖമായിരുന്നു മക്കളെ. ലീവ് എത്ര ദിവസം കൂടി ഉണ്ട്? അയ്യോ, ലീവില്ല, അതാ പ്രശ്നം. നാളെ തന്നെ ഡ്യൂട്ടിക്ക്. അയ്യോ, വാ മക്കളെ, അകത്തേക്ക് ഇരിക്കാം. അമ്മേ, അമ്മേ, ഇന്ന് വൈകിട്ട് തന്നെ പോണമെന്ന് ബാലോട്ടൻ പറയണത്. അതെങ്ങനെയാ പറ്റുക? കല്യാണം കഴിഞ്ഞാ അതിന്റെ ഒരു ചടങ്ങൊക്കെ ഇല്ലേ? അതിന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാ പോരെ? ആഹാ, ഞങ്ങളോ? 2 ദിവസം കൊണ്ട് ആളങ്ങ് മാറിയല്ലോ. പോയപ്പോ എന്തായിരുന്നു ഒരു കരച്ചില്. അവിടെ അമ്മായിമ്മ എങ്ങനെയുണ്ട്? പാവാ, എന്നെ വലിയ ഇഷ്ടം. 2 ദിവസമല്ലേ ആയുള്ളൂ. കണ്ടാൽ അറിഞ്ഞൂടെ, നമ്മുടെ അമ്മയെ പോലെ തന്നെയാ. ബാലുവിന് ഇവിടുത്തെ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. മോളെ, ആ ചീരത്തോരൻ എടുത്തു കൊടുക്ക്. വേണ്ട, മതി. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് തുറന്നു പറയാൻ മടിക്കണ്ട. കാരണം ഞങ്ങൾ സ്റ്റേറ്റ് ഫോർവേഡാ. എന്താണ് ഇഷ്ടമെന്നൊക്കെ അറിഞ്ഞാലല്ലേ ഇനി വരുമ്പോ അത് ഉണ്ടാക്കി വെക്കാൻ പറ്റൂ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. എന്നാലും കോഴിയിറച്ചി വളരെ ഇഷ്ടമാണ്. നാരായണി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോഴി പൊരിച്ചത് വേണം, കോഴി പൊരിച്ചത് വേണമെന്ന്. അപ്പൊ ഇവള് പറയാ ബാലു വെജിറ്റേറിയനാ, മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ലെന്ന്. പറഞ്ഞത് ശരിയാ, ഞാൻ വെജിറ്റേറിയനാ. പക്ഷേ വെജിറ്റേറിയൻ വിത്ത് ചിക്കൻ. കല്യാണം കഴിഞ്ഞേ പിന്നെ
ഇവിടുത്തെ ക്ലോക്ക് വളരെ പതുക്കെ നടക്കണുള്ളൂ. ഈയിടെയായി 1 മണിക്കൂർ ആവണമെങ്കിൽ 60 മിനിറ്റാ കഴിയണം. അല്ലേ ഇന്ദു? അമ്മവ, ഞാൻ വെറുതെ അമ്മാവനിവിടെ ഉണ്ടോ നോക്കാൻ വന്നതാ. അതെ അതെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ വെപ്രാളം ഞാൻ എത്ര കണ്ടതാ. കുഞ്ഞിതുവരെ എവിടെയായിരുന്നു? ഇവിടെ ഒരാൾ കരയെ പിടിച്ചിട്ട മീനിനെ പോലെ കെടുന്നിങ്ങനെ പിടയ്ക്കായിരുന്നില്ലേ? എന്റെ പൊതിയില് ഇത് ഷേവിംഗ് ക്രീം. ഇനി എല്ലാ ദിവസവും നല്ലോണം മിന്നിങ്ങി നടന്നോ? പിന്നെ ഞാനും അമ്മാവനെ പോലെ താടിയും വളർത്തി സന്യാസി ആവണമെന്നാണോ? കൊള്ളാം. ഇതാണോ ഷേവിംഗ് ക്രീം? അത് അമ്മാവൻ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ബാലു, ഷേവിംഗ് ക്രീമിന് നല്ല മധുരം അല്ലേ? അമ്മാവന് വേണോ? ഹലോ, ആകാശവാണി തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. ഓരോ ഹലോ, സ്വപ്നം കാണാണോ? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക്. പെട്ടെന്ന് എന്ത് പറ്റി? എന്റെ മനസ്സ് കൊതിച്ചതുപോലെ എല്ലാം എനിക്ക് കിട്ടി. ഈ സ്നേഹം, ഈ മനസ്സ്, ഈ കുസൃതി എല്ലാം എനിക്ക് എന്ത് ഇഷ്ടാണെന്നറിയോ? തുടക്കത്തിൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയും. കുറച്ച് കഴിയുമ്പോ ഇടി, വെട്ട്, കുത്ത്. എന്തു നമ്മൾ തമ്മിൽ അങ്ങനെ വല്ലതും ഉണ്ടായാ ഫീൽ ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ. എന്താ ഒരു ചിരി? അല്ല, ഇങ്ങനെ കാണാനാ കൂടുതൽ ഭംഗി. അതെ, എങ്ങനെയുണ്ട്? എന്ത് വലുത് ഇത്? വേണ്ടത്. ഷേവ് ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ അതാണ് സംഭവം. എനിക്കതല്ല, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ ഏത് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനും ലക്ഷ്മി മേനോനെ തന്നെ വിളിക്കുന്ന രഹസ്യമായി എനിക്ക് പിടികിട്ടാത്തത്. അതെ, ജോലിയിലുള്ള സിൻസിയറിറ്റി ഉണ്ടാ. അല്ലാതെ നാരായണൻകുട്ടി സാറിനെ പോലെ സ്റ്റുഡിയോയിൽ ഞാൻ വെറുതെ ഒന്നും ഇരിക്കുകയല്ല. അതെ അതെ, മാഡത്തിന്റെ സിൻസിയോറിറ്റി ഒക്കെ നമുക്കറിയാം. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ എവിടെ രശ്മി ഉണ്ടോ. പ്ലീസ് സർ, ഒന്ന് നിർത്താമോ? നമ്മൾ ഇന്നിവിടെ കൂടി എന്തിനാ? ബാലു സാറിനും മിസ്സസിനും ഒരു ഡിന്നർ. അതിനിടെ ഈ പാവം എനിക്കിട്ട് വാരില്ലേ സാറേ? അല്ലെങ്കിലും നാരായണൻകുട്ടിക്ക് കുത്തും കോമയും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാ. അതും ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ മൂഡ് കളയരുത് സാർ. പറയുന്നത് നാരായണൻകുട്ടി സാറായതുകൊണ്ട് രശ്മിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. നാരായണൻകുട്ടി സാർ തമാശ പറയുന്നെങ്കിൽ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ലക്ഷ്മി മേനോൻ നിലയത്തിലെ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നാരായണൻകുട്ടി സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഭാഗ്യം വേണേ. ഒന്ന് പോ ബാലേട്ടൻ. നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. ആ പെണ്ണിന്റെ നേച്ചർ ഇങ്ങനെയാ. സ്റ്റേഷൻ ഡയറക്ടറുടെ തലയ്ക്ക് വരെ ഞോണ്ടുന്ന ടൈപ്പ് അവള്. എന്ത് ടൈപ്പായാലും ശരി, ബാലുവേട്ടൻ അവള് പിച്ചതും നുള്ളിയതൊന്നും എനിക്ക് ഇഷ്ടായില്ല. ഒരു സോഷ്യൽ മൂഡിൽ അവൾ അങ്ങനെ ചെയ്തു എന്നല്ലാതെ നീ കരുതുന്നത് പോലെ. എന്നോട് ആരെങ്കിലും ഇതുപോലെ സ്വാതന്ത്ര്യം കാണിച്ചാ ബാലുവേട്ടൻ ഇഷ്ടപ്പെടുവോ? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും സാഹസം കാണിക്കാൻ വന്ന എന്റെ ഇടിയുടെ ചൂട് അവൻ അറിയും. അത് ശരി. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ സോഷ്യലും ഇല്ല, ഒന്നുമില്ല അല്ലേ? ഓക്കെ, നീ പറഞ്ഞൊക്കെ സമ്മതിച്ചു. രശ്മി എന്നെ നുള്ളി എന്നുള്ളതല്ലേ നിന്റെ പരാതി? കുഴപ്പമില്ല, നാളെ രാവിലെ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ഞാൻ അവക്കിട്ടൊരു നുള്ള് തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. പോരെ? അയ്യടാ. സ്ഥലത്തീരാ
എന്നോട് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങളേറ്റ കണ്ടിട്ടുണ്ടോ? കൊള്ളാം. ആ എല്ലാ 5.5 കട്ടയിൽ നീട്ടി വലിക്കണ്ടല്ലോ. കാരണം ആ, ആ, ആ. നീ ഇതിനെ പെണ്ണുങ്ങളെ സീറ്റിൽ കയറിയിരിക്കണേ. ആ ഉപ്പളയും കൂട്ടരുടെയും കൂറക്കമ്മലി കേട്ടിട്ട് പേടിച്ചിട്ട് ഇവിടെ വന്ന് കുത്തിയിരുന്നതാ. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് ശാശി എന്ന് പറയിപ്പിക്കരുത് കേട്ടോ. അതൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ അവിടെ ഇരിക്കും. സൈലൻസ്. എടാ പ്രൂഫ് മാനേർക്ക് എവിടെ ഇരിക്കാം? നീ പോയി കത്തം കെട്ടിയാൽ മതി. വലിയ കാര്യം അന്വേഷിക്കണ്ട കേട്ടോ. ആ കളിക്കണ്ട ഈ ഇരിഞ്ഞാലക്കുളം നീലാമ്പറോട് കളിക്കണ്ട. സമിതി ഞാൻ പിരിച്ചുവിടും. വളരെ ഉപകാരം. നമുക്ക് വേറെ സമിതി പോവാം. എണീക്കടാ. അത് നല്ലത്. കാര്യാക്കി അയാൾ പഠിച്ചു. ഈ ട്രൂപ്പിൽ എനിക്കൊരു കോമഡി പറയാൻ പറ്റും. ഓ ഭയങ്കര കാമഡി. കാരണം ഞാൻ സുശീലയെ വിളിച്ചിറക്കിയത്. അവള് കുറ്റിപ്പുറം തുടങ്ങി പറയണതാ മൂത്രം ഒഴിക്കണെന്ന്. കുറ്റിപ്പുറത്തുനിന്നേ പറഞ്ഞതാണെങ്കിൽ ഇനിയിപ്പോ അതിന്റെ ആവശ്യം വരില്ല. കാരണം നീ കളി കളഞ്ഞ അവരൊക്കെ ഒന്ന് വിളിച്ചേ. ഞാൻ പെങ്ങൾ വിളിച്ച് താക്കോല് വാങ്ങിക്കിട്ടാ. ആ ശരി ശരി. മാനേജർ സാറേ, ആ ചമ്രവട്ടത്തിൽ നിന്ന് വിളിച്ചേ. എടാ ചമ്രവട്ടം, നിന്റെ തന്ത എന്റെ പൊന്നിയങ്ങാതി ഞാനില്ല. അവൻ വെള്ളം അടിച്ചിട്ട് ഫിറ്റായിട്ട് എടുക്കാം. മാറിയിട്ട് അടുക്കാൻ വയ്യ. പെങ്ങളെ ഇതെന്തുറക്ക എന്റെ പെങ്ങളെ. എന്തുറക്കത്? ബോംബ് കൂട്ടിയാൻ കൂടി അറിയില്ല. ബാലു അത് നീലമ്മാവന്റെ. നീ ഒന്ന് എണീറ്റേ ബാലു. ജനലൊക്കെ ബലേ. ബാലു ഈ സമയത്തൊക്കെ വിളിച്ച കേപ്പെട്ട ഏൽക്കാൻ. ബാലു ഈ കണക്കിന് ഭൂമി വരെ കുലുങ്ങിയവരറിയില്ല. പാതിരാത്രി ഒന്ന് വാതിൽ തല്ലിപ്പൊളിക്ക. ഇതാണല്ലോ നിന്റെ ഭാര്യ. ഒന്നുകൂടെ ഇറങ്ങുന്നേ കാണട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല ജോഡിയാ. ഞാൻ ബാലുവിന്റെ അമ്മാവനാ, നീലമ്മാവൻ. അമ്മാവൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ല കേട്ടോ. ബാലുവിന്റെ അമ്മയുടെ വല്യച്ഛന്റെ മോനാ. എന്ത് കേട്ട് കാണും? ഇരങ്ങാലക്കുട നീലാംബരൻ വലിയ നാടക മുതലാളിയാണ്. കുട്ടിന്റെ പുതിയ നാടകം കണ്ടിട്ടുണ്ടോ? ധീരതയോടെ നയിച്ചോളൂ. അതെ, ധീരതയുടെ കാര്യമൊക്കെ നമുക്ക് നാളെ രാവിലെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ താക്കോൽ എടുത്തോണ്ട് വരാം. ഈ സമയത്ത് വന്ന് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. സോറി കേട്ടോ. ഈ ഏരിയയിൽ എവിടെ നാടകം ഉണ്ടായാലും ഞങ്ങൾ ഇവിടുത്തെ ഔട്ട് ഹൗസിലെ താമസിക്കാറുള്ളത്. അത് കാശിന്റെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല, ഇല്ലേ അമ്മാവ? അതെ, ഇതെന്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാ. ഞാൻ അമ്മയെ വിളിക്കാം. അയ്യോ, ഉറക്കത്തിൽ വിളിച്ചു ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഞാൻ 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടല്ലോ. അല്ല, പേരെന്താന്ന് പറഞ്ഞു? ഇന്ദു. രൂപങ്ങളൊക്കെ നമുക്ക് നാളെ പരിചയപ്പെടാം. അത് മതി. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ പാട്ടിന്റെയും റിഹേഴ്സലിന്റെയും ഒരു ബഹളമായിരിക്കും. കല്യാണത്തിന് വരാത്തതിന് നീ ഒരു ഒഴിവൊഴിവും പറയണ്ട. നാടകം ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചുകൂടായിരുന്നു നിനക്ക്? പെങ്ങള് പറയണ കാര്യമൊക്കെ ശരിയാ. അപ്പൊ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലണത് കാണണമെന്ന് പെങ്ങൾക്ക് ഇത്ര വാശിയാണല്ലേ. പോരാത്തിന് ഉത്സവപ്പറമ്പിലെ കളിയാ. കല്യാണത്തിന് വന്നില്ലെങ്കിൽ ബാലുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ മോളെ, എന്റെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ? ഇന്ന് കുറ്റിപ്പുറത്താണെങ്കിൽ നാളെ കാസർഗോഡ് നിന്ന് ഒറ്റ പിടിപ്പിക്കല പാറശാലയ്ക്ക്. ദിവസം 2 വെച്ചാ കളി. അതുകൊണ്ടാ നീലമ്മാവന് കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞ്. പിന്നെ ബാലുവിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പഴയതുപോലെ ഇവിടെ വന്ന് തമ്പടിക്കാൻ പറ്റില്ല. അതെ, ദോശ ഇടണോ? നല്ല നല്ല ഹോട്ടലിൽ വന്ന് മുറിയെടുക്കാൻ പറ്റാത്തോണ്ടല്ല എപ്പോഴും ഇവിടെ വരണേ. പെങ്ങളെയും ബാലുവിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലോ എന്ന് കരുതിയിട്ട. അല്ലാണ്ട് പിന്നെ ഒന്നും കാണാതെ പട്ടി പുഴയെ ചാടില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. സുശീല ചായ തന്നോ? ആ സുശീലേ, വന്നിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. വിശേഷമൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല അമ്മേ. എല്ലാം പഴയതുപോലെ തന്നെ. ഈ നാടകം കളി ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണെന്ന് മാത്രം. സുബ്രഹ്മണ്യന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലേ? സ്വഭാവം പറയുകയാണെങ്കിൽ ഇപ്പൊ പഴയതിന്റെ ചേട്ടനാ. പോരാത്തതിന് ഇതിനിടയിൽ ഞങ്ങൾ 1-2 പറഞ്ഞ് തെറ്റി. ഞാനിപ്പോ ചേച്ചിയുടെ വീട്ടിലാ താമസം. ആഹാ, ഇവിടെ ഞാനിതൊന്നും അറിഞ്ഞില്ല. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയോ? എന്റെ തലവിധി എന്നല്ലാതെ എന്താ പറയാ. ആളുകൾ കുടിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വലിച്ചേറ്റില് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സുബ്രഹ്മണ്യനെ കണ്ടിട്ട് എത്ര നാളായി. പണ്ടൊക്കെ ബാലുവിന്റെ ഒപ്പം ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നതാ. ഒരു ദിവസം എന്തോ പന്തികേടായി കണ്ടപ്പോ പെങ്ങളെന്തോ പറഞ്ഞു. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അതെ, ഇപ്പൊ പറഞ്ഞു ഭാഷയൊക്കെ മാറി തുടങ്ങി.
ഞാൻ ദുർനടത്തക്കാരിയാണെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കുഴലൂത്ത്. അതെ, ഈ കുടി മൂത്താ പിന്നെ ഇത്തരക്കാർക്ക് എന്താ പറയണ്ടേ എന്ന് ഒരു പിടി ഉണ്ടാവില്ല. മോൾക്ക് ആ കണ്ണൻ നമ്പൂതിരെ കണ്ടുപിടി ഏലസ് നടത്താൻ അവന്റെ അരയെ കെട്ടി കൊടുക്കായിരുന്നല്ലേ? ഏലസ് വേണ്ട, ഒരു കുന്ത്രാണ്ടോ വേണ്ട. വെള്ളി കൊണ്ടല്ലേ ഏലസ്. പിറ്റേ ദിവസം അതും തൂക്കി വിറ്റ് അങ്ങേര് കുടിക്കും. സമാധാനിക്ക് സുചിയിലേ, കാലം നന്നാകുമ്പോ എല്ലാത്തിനും ഒരു മാറ്റം വരും. കൃഷ്ണ കൃഷ്ണന്ന് ദിവസം എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണു. എന്നിട്ട് അപ്പൊ നീ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? സുബ്രഹ്മണ്യ അവനെ വിളിക്ക്. നല്ല കാര്യമായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ബുദ്ധിമുട്ടായിരിക്കും, ഇന്ന് പിടിപ്പത് റെക്കോർഡിംഗുള്ള ദിവസം. ബാലു, ബാലു പോവാ. അപ്പൊ റിഹേഴ്സലിന് കൂടണല്ലേ? അത് കൊള്ളാം. ഞാനെന്തിനാ റിഹേഴ്സലിൽ നിൽക്കണേ? ഞങ്ങൾ എന്നിട്ടൊക്കെയാ കാണിക്കുന്നത്, നിനക്കൊന്ന് കണ്ടൂടെ? പിന്നെ സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. 5-6 കളിച്ചല്ലേ, ഇനി എന്തുട്ടാ സജഷൻ? ലീവ് തീർന്നിരിക്കുക. എന്നാ രണ്ടുപേരും നാടകം കാണാനെങ്കിലും വരണം. രണ്ടാൾക്ക് മുന്നിൽ തന്നെ സീറ്റ് ഇട്ടേക്കാം. എന്തേ? നോക്കട്ടെ. അടുത്ത 1 2 3 1 2 3 ലിപ്സ്റ്റിക്കിലേക്ക് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇങ്ങനെ ചായം തേച്ച് തേച്ചാ നിന്റെ ചുണ്ടിങ്ങനെ കരിച്ചൊട്ടി പോലെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞാല് എക്സ്പ്രഷൻ പോരോ. ഇങ്ങോട്ട് മറിക്കടാ. നീ അടുപ്പിച്ചതൊക്കെ മതി. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്താ മതി. പിന്നെ സംവിധാനൊക്കെ ഈ ഇരിഞ്ഞാലക്കുട നീലാംബരം ചെയ്തോളാം. ഇന്നലെ ഈ ഭാഗത്തിന് ഭയങ്കര അപ്ലാസ് കിട്ടിയതാ. നീ ആ രാജമേനെ വിളിച്ച് ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. കഴിഞ്ഞ സ്റ്റേജിൽ അവള് ഡയലോഗ് വിഴുങ്ങിയതാ. അല്ല, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലും വിഴുങ്ങാൻ വാങ്ങിച്ചു കൊടുക്കണേ. ഒന്നും കിട്ടാതെ വരുമ്പോഴേ അവള് ഡയലോഗ് വിഴുങ്ങണേ. അത് അവളുടെ എന്ത് പറഞ്ഞാലും തമാശയല്ല, ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അവിടെ പോയി അവളവിടെ പോയി, അവള് മുകളിലോട്ട് പോയി. അപ്പൊ അവിടെ ഉപ്പളരായപ്പുരം കാണും. നീ പോയി വിളിച്ചിട്ട് വാടാ. അതെ, എന്റെ പണി ഇതാ. എന്നാ നീ പോയിട്ട് വാ. എന്നെ അവള് തല്ലും. പോയി വിളിക്കടാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എന്നെ കരി തേക്കരുത് കേട്ടോ. നിനക്കെന്തിനു കരി? ഓഫീസിലോട്ട് പോയാൻ കാണിച്ചുതരാം. സ്റ്റേജിൽ വെച്ച് എഴുകിച്ചേർന്നുള്ള നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓരോ സ്റ്റേജുകൾ കഴിയുന്തോറും നാം തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. സോറി. എന്നോട് രാജമ്മയ്ക്ക് ഇത്രത്തോളം താല്പര്യം തോന്നാൻ എന്താണ് കാരണം? രാജമ്മയായ എനിക്ക് രാജപ്പൻ എന്ന പേരിനോടായിരുന്നു ആദ്യം പ്രേമം. പിന്നീട് അത് രാജപ്പൻ ചേട്ടനോടായി. നമ്മുടെ പേരുകൾ തമ്മിലുള്ള പൊരുത്തം മനസ്സുകൾ തമ്മിലായി അല്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ് സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം ഈ വർഷം തന്നെ. അതേ, എന്റെ ട്രൂപ്പിൽ ഈ വക കളികളൊന്നും പറ്റൂല. കുറെ കഴിയുമ്പോ റൈസ് ഓഫീസിൽ പോയി ഒരു മാലയിട്ട് പുതിയൊരു ട്രൂപ്പ് ഉണ്ടാക്കി കൊടിയും തട്ടി പോവാനല്ലേ. നടക്കൂല. കരുണേട്ടൻ എങ്ങനെ മനസ്സിലാക്കി? അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കുണ്ടായിരുന്നൊരു പ്രേമം, പക്ഷേ അവൾ അവൾ ഓ ഓ ഓ ഓ എത്ര പ്രേമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവനാണ് ഈ കരുണൻ. അത്തരത്തിലുള്ള ഒരു നാടകപ്രേമമല്ല ഞങ്ങളുടേത്. ഇത് ആത്മാർത്ഥവും ദിവ്യവുമാണ്, ഈ ചന്ദനക്കുറി പോലെ. ഇത് ചന്ദനമല്ലല്ലോ, കളഭമല്ലേ. ചേട്ടന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണം. ഞങ്ങൾ തുടങ്ങുന്ന ട്രൂപ്പിന്റെ മാനേജരായി ചേട്ടനെ നിയമിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സോപ്പൊന്നും വേണ്ട, വേഗം താഴെ വന്ന് റിഹേഴ്സൽ ചെയ്യാൻ നോക്ക്. ശരി ഏട്ടാ. വല്ലതും വിഴുങ്ങിയായിരുന്നോ? ഇല്ലല്ലോ. എന്നാ താഴെ പോയി കുറച്ച് ഡയലോഗ് വിഴുങ്ങാൻ നോക്ക്. വാ 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 വാടോ, വന്ന് തൊഴിൽ നോക്ക്. ഏറ്റവും നല്ല ഹൃദയം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്റെ മസ്തിഷ്കത്തിന് മാത്രമേ രോഗം ബാധിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിന്നും പഴയ ചന്ദ്രന്റെ തന്നെയാണ്. പക്ഷേ നീ ഒരു പുതിയ കാമുകനെ തേടി പോയിരിക്കുന്നു. ചേട്ടാ, ചേട്ടൻ എന്നെ സംശയിക്കുകയാണോ? എന്നെ പോലെ വിശ്വസ്തയായ ഒരു ഭാര്യയെ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യമാണ് ചേട്ടാ. ചേട്ടൻ എന്നെ വിശ്വസിക്കരുത്. ചേട്ടന്റെ സുനന്ദയാണ് പറയുന്നത് ചേട്ടാ. കേൾക്കണ്ട, എനിക്ക് അതിനുള്ള ശക്തിയില്ല. ചേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എത്രയോ സുന്ദരന്മാരായ ഡോക്ടർമാരും അറ്റൻഡർമാരും എന്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന്
ചേട്ടൻ അറിയാമോ? എന്നിട്ടും എന്റെ മനസ്സ് ചേട്ടനിൽ മാത്രം കുരുങ്ങിക്കിടന്നു. എന്റെ മനസ്സിന്റെ ചെപ്പിൽ നിന്നും നീ എന്നേ പോയി കഴിഞ്ഞിരുന്നു. വീണ്ടും നിന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ എനിക്കാവില്ല സുനന്ദേ, ആവില്ല. എന്റെ ചേട്ടൻ എന്താണ് പറയുന്നത്? ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. മഞ്ഞണിഞ്ഞ മാമലകൾക്കിടയിൽ നിന്ന് യുദ്ധം ചെയ്ത് തളർന്ന് വീണപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ നീയായിരുന്നു സുനന്ദി. എന്റെ ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എന്നെ ഉപേക്ഷിക്കരുത്. സുനന്ദേ, ചൂവിനുള്ളിൽ നിന്നും ഞെക്കി തുറപ്പിച്ചെടുത്ത പേസ്റ്റ് വീണ്ടും അതിനുള്ളിലോട്ട് തിരികെ കയറ്റാൻ എനിക്കാവില്ല സുനന്ദേ, എനിക്കാവില്ല. എനിക്കെന്നല്ല മറ്റാർക്കും ആവില്ല. ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഞാൻ എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ചേട്ടന്റെ സുനന്ദ പതിവ്രതയായ ഭാര്യയാണ്. സത്യവാന്റെ ഭാര്യയായ സാവിത്രിയെ പോലെ ശീലാവതിയാണ് ഞാൻ. അത് നുണ, കല്ല് വെച്ച നുണ. എവിടെ പറയണ മുഴുവൻ പച്ചക്കള്ളവാണ്. നിന്നെ ഉണ്ടല്ലോ ഞാൻ എവിടെ സാവിത്രിയുമല്ല ശീലാവതിയുമല്ല, എവിടെ വാസുവദത്തയാണ്. നാട്ടുകാരെ സത്യം ഞാൻ പറയാം, ഇവൾ എന്റെ ഭാര്യ സുശീലയാണ്. പോടാ ചേട്ടാ, ഇത് ധാരണയാണ്. നീ വെള്ളമടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സീരിയലിൽ നിന്നും നീ ഇറങ്ങിപ്പോണം. ഇത് നാടകമാണ് ചേട്ടാ. നാട്ടുകാരെ ഞാൻ ഒരു സത്യം പറയാം, ഇവൾ എന്റെ ഭാര്യ സുശീലയാണ്. അതെ, പേര് സുശീലയാണെങ്കിലും ഇവൾ ദുശീലയാണ്. കറുകറുത്ത എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചില്ല. പാടില്ല. സുഹൃത്തുക്കളെ, ഇത് നാടകമല്ല, ഇത് ജീവിതമാണ്. സുഹൃത്തുക്കളെ, ഇവൾ വഞ്ചകയാണ്. സ്വന്തം ഭർത്താവിന് തണ്ണയിടിക്കാൻ കാശ് തരാത്ത ഇവൾ വഞ്ചകയാണ്. മൈക്കോഫിയുടെ കഴുത നാട്ടുകാരെ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് നാടകമല്ല, ജീവിതമാണ്. ജീവിതത്തിന് മൈക്ക് വേണ്ട. കുഞ്ഞിനെ തരാൻ കഴിയാത്ത എന്തൊരു സ്ത്രീയാണോ? എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ എനിക്ക് എന്റെ ഭാര്യയെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ കാശ് കിട്ടണം. എടാ, നീ നിന്റെ ഭാര്യയെ കൊണ്ട് വെക്കോ? ഇവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോകാൻ പോവാടാ. നിന്റെ ഈ തൊട്ടാക്കിട്ടുണ്ടല്ലോ, അത് വിനിയെ സമ്മതിക്കത്തില്ല. പോടാ നീ. അതെ, നാടകം ഏകദേശം തീരാറായോണ്ട് നന്നായി. ഇല്ലെങ്കിൽ ഓഡിയൻസ് ഇവിടുന്ന് പോകുമായിരുന്നു. കഴിഞ്ഞ സ്റ്റേജിന് കോട്ടയത്ത് വെച്ച് ഇവൻ കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ അന്ന് ഇവിടെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞിട്ടാ പിന്നെ ഇവിടെ വീണ്ടും പിടിച്ചു നിർത്തിയേ. ഇനി ഇവിടെ കൊണ്ടിട്ട് നാടകം തുടരാൻ പറ്റില്ല. പറ്റില്ല, ഞാൻ കൊണ്ടുപോകാൻ പോവാം. നീ കരയാതിരി വേണേ, ഇത് സ്ഥിരം നാടക വഴിയല്ലേ. മോളെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇവനെ നിന്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് നീ ഇവനും കൊണ്ട് പൊക്കോ. ഞങ്ങൾ അങ്ങനെ ഇത്തിരി കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ. അപ്പൊ മറ്റന്നാളത്തെ കളിക്കോ? ഇനി ഇവിടെ മാറ്റിട്ടുള്ള കളി മതി. സുബ്രഹ്മണ്യ, നമ്മളാരാണ്? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലേന്ദ്രൻ, ബാലു. ഏത് ബാലേന്ദ്രൻ? എനിക്കൊരു ബാലേന്ദ്രൻ. ഇവനോട് ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇങ്ങ് വന്നേ. എനിക്കൊരു സ്മാൾ വാങ്ങിച്ചു തരും. അതൊക്കെ ഞാൻ വാങ്ങിച്ചുതരാം. സുശീല വരൂ. ആരെ കേറ്റും? മറ്റന്ന കുന്നുങ്ങളൊക്കെ നാടകത്തിന് ആരെ കേറ്റുന്നു? ഒരു കത്തി കൊണ്ടു എന്നെ നെഞ്ഞത്തോട്ട് കയറ്റ്. അല്ലാതെ ഈ അവസാന നിമിഷത്തിൽ ഞാൻ ആരെ കയറ്റാന്നേ? എടാ രാമു, നിന്റെ അറിവിൽ ഏതെങ്കിലും നടികളുണ്ടോടാ? എന്റെ കയ്യിൽ എവിടെ നടി? പിന്നെ ഒരു വഴിയുണ്ട്. എന്റെ മീശി മടിച്ച് ഒരു ടോപ്പ് വെച്ച് ഞാനങ്ങ് കയറിയാലോ? ഹനുമാനല്ലേ ഇവിടെ ആവശ്യം, ഒരു നടിയെയാണ്. ചേട്ടാ, ആനച്ചാൽ ഏലിയാമ്മയ്ക്ക് ഇപ്പൊ കളിയൊന്നും ഇല്ലാതിരിക്കുക. നമുക്ക് അവളെ ഒന്ന് വിളിച്ചാലോ? എന്റെ പൊന്നുമോളെ, അവള് പരിപൂർണ്ണ ഗർഭിണിയാ. അവളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് സമാധാനം നമ്മൾ പറയേണ്ടി വരും. അതെ, ശങ്കരംകുളം അമ്പലത്തെ വിളിച്ചാലോ? അതൊരു ആനയല്ലേ? ആനയോ കരടിയോ ഏത് പിശാചിനെങ്കിലും പിടിച്ചിട്ട് പോയ എന്റെ കരുണ. ഇപ്പൊ പിടികിട്ടി. കൂത്താട്ടുകുളം രജനി കേട്ടിട്ടുണ്ടോ? അതാരേട്ടാ? കൂത്താട്ടുകുളം രജനിയോ? അവളെ ഏത് ട്രൂപ്പിലുള്ള? അവളെ ട്രൂപ്പിലൊന്നുമില്ല, ഇങ്ങനെ മാട്ടാനാടകം കളിച്ചിങ്ങനെ നടക്കുക. എന്താ അവളുടെ പെർഫോമൻസ്? എന്റെ ദൈവമേ. ഒരു മിനിറ്റ്, ഒരു ഹീറോ ആയ എന്നോടൊപ്പം അഭിനയിക്കേണ്ടുന്ന നടിയാണ്.
നിങ്ങൾ വഴിയിൽ കണ്ട പൂവർ ഗേൾസിനെയൊക്കെ വിളിച്ചോണ്ട് വന്നാലുണ്ടല്ലോ, ഞാൻ അഭിനയിക്കത്തില്ലേ. പെർഫോമൻസ് മാത്രം പോരാ, എന്നോടൊപ്പം നിൽക്കാൻ കൊള്ളാവുന്ന നല്ല ഗ്ലാമറുള്ള നടി തന്നെ വേണം. നിന്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ ഗ്ലാമർ വേണോ? ഒന്ന് നിർത്തന്റെ കരുണ, നിന്റെ ഒരു ഗ്ലാമർ. മറ്റൊന്ന കുന്നംകുളത്ത് നാടകം കളിച്ചില്ലെങ്കിലേ കമ്മിറ്റിക്കാരെന്നെ തല്ലിക്കൊല്ലും. ഏത് കൂത്താട്ടുള്ളതായാലും വേണ്ടില്ല, ആരെങ്കിലും ഒരാളെ തപ്പിയെടുത്തേ പറ്റൂ. എന്റെ ഒരു അനീതിയുണ്ട്, നമുക്ക് അവളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പരീക്ഷിക്കാനുള്ള സമയമില്ലല്ലോ, അതല്ലേ കുഴപ്പം. എന്റെ പൊന്ന് കരുണ, നീ തമാശ കള. അത് കളഞ്ഞു. നീ രാഖി രാമാനം കൊടയും കുരിശെടുത്ത് ഇപ്പൊ തന്നെ കൂത്താട്ടോളത്തേക്ക് വിട്ടോ. ടാക്സി ഓട്ടോറിക്ഷയോ എന്ത് കുന്താന്ന് വെച്ചാ പിടിച്ചിട്ട് പോക്കോ. നാളെ രാവിലെ ഇവിടെ റിഹേഴ്സലിന് ആളെത്തണം. ചേട്ടനൊരു കാര്യം ചെയ്യും, കുറച്ച് കാശ് ചെയ്താ. എന്തോരം കാശ് വേണം? ഒരു 1500 ചെയ്താ. 1500 രൂപ എന്തിനാ അവളെ മൊത്തം വിലക്കെടുക്കാൻ പോവാ? അല്ലെന്നേ, അവൾക്ക് അഡ്വാൻസ് കൊടുക്കണ്ടേ? അഡ്വാൻസ് ഒക്കെ ഞാൻ അവൾക്ക് ഇവിടെ വരുമ്പോ കൊടുത്തോളാം. നീയേ ഒരു 500 രൂപയാണ് കൊണ്ടോക്കാം. എന്താ ഇങ്ങോട്ടോ, ഇത് എന്റെ ആവശ്യമില്ല കേട്ടോ. നീ പറയുന്നതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. ഓരോ ദിവസവും ഉണരുന്നത് ഇന്ന് മദ്യം കൈകൊണ്ട് തൊടാൻ പാടില്ലെന്ന പ്രതിജ്ഞയുമായിട്ടാണ്. പക്ഷേ പലതരത്തിലുള്ള ചികിത്സകൾ നോക്കി ഒരു പ്രയോജനവും. ഞാനൊരു അഡിക്റ്റായി പോയി ബാലു. മദ്യം തലയ്ക്ക് പിടിക്കുമ്പോഴാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. ഭാര്യ നാടകം കളിച്ച് കിട്ടുന്ന കാശുകൊണ്ടാണല്ലോ ജീവിക്കുന്നതെന്ന അപകർഷതാബോധം. പിന്നെ കൂട്ടുകാരുടെ കളിയാക്കലും കൂടി ആവുമ്പോൾ സത്യം പറയട്ടെ ബാലു, അവളെ നാടകം കളിക്കാൻ വിടുന്നതിൽ മാനസികമായി എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അല്ല എങ്കിൽ ഇത്ര സങ്കുചിതമായിട്ട് ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ ആണുങ്ങളുമായിട്ടുള്ള തൊട്ടും തലോടിയുള്ള അഭിനയം എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ സുശീല അഭിനയിക്കാൻ വിടണ്ട. വേറെ വരുമാന മാർഗമൊന്നുമില്ലാതെ എല്ലാം കൂടെ പറഞ്ഞാൽ പറ്റൂ സുബ്രഹ്മണ്യ. കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് പരസ്പര വിശ്വാസമാണ്. സുശീല പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഇതുവരെ ഒരു നല്ല ഭർത്താവാകാൻ കഴിഞ്ഞിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീ ഭൂമിയോളം താഴ്ന്നതും ക്ഷമിക്കുന്നതും അവളുടെ ഭർത്താവിന് മുന്നിൽ മാത്രമായിരിക്കും. പക്ഷേ അത് നമ്മൾ ഭർത്താക്കന്മാർ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അവരുടെ സ്നേഹത്തെ നമ്മൾ അടിമത്തമായി കാണാനും പാടില്ല. നിന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഉപദേശം കൊണ്ടതും ആരും നന്നായ ചരിത്രമില്ല. സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ് എപ്പോഴും ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്നത്. ഓക്കെ നിന്നെ വച്ചോ. അതെ, ഞാൻ വിചാരിച്ചത് അത് നാടകത്തിലൊരു ഭാഗമാണെന്നാ. ചില നാടകത്തിൽ കണ്ടിട്ടില്ലേ ഈ കാണികളുടെ ഇടയിൽ നിന്ന് കഥാപാത്രങ്ങൾ പ്രവേശിക്കുന്നത്? ഞാൻ ശരിക്കും കൈയടിച്ചു. അവിടെ തലവിധി എന്നല്ലാണ്ട് എന്താ പറയണ്ടേ? സുബ്രഹ്മണ്യം അങ്ങനെ വെള്ളമടിച്ച് വെളിവില്ലാതെ നാടകം കളിക്കുന്നോടത്ത് കയറി ചെല്ലാന്ന് വെച്ചാൽ വേഷമായിരിക്കും. അയാൾ ആ പെണ്ണിന്റെ ഭർത്താവാണോന്ന് എന്റെ സംശയം. നാടകക്കാരല്ലേ, വേഷങ്ങൾ പലതും കെട്ടി കെട്ടി ഏതെങ്കിലും ഒരുത്തരെ പെടിയിൽ അങ്ങ് തൂങ്ങിയതാവും. ചവിട്ട് വിട്, ചവിട്ട് വിട്. ചവിട്ടറ മോനെ, പതുക്കെ ചവിട്ട്. നിന്നോട് എന്റെ നെത്തി ചവിട്ടാനല്ല പറഞ്ഞേ. ഇറങ്ങോ. പൈസ ഒക്കെ നാളെ തരാം. ഇതാണ് ഞങ്ങളുടെ നാടക മുതലാളി. ഈ കാലനോ? കാലനല്ല, ഇത് പുള്ളിയുടെ കാല. നീലാമരട്ടോ ഏട്ടാ, നീ കയ്യൊന്ന് പിടിച്ചേ. കഞ്ഞുണ്ടാ? നീ എവിടെയാ പിടിക്കണേ? കയ്യ പിടിക്കടാ. ഇതാണ് കൂത്താട്ടോളം രജനി. ഇത് ഇരിങ്ങാലക്കുട നീലാംബരൻ, ഞങ്ങളുടെ നീലേട്ടൻ. നമസ്കാരം. രജനി സംവിധാനം പുള്ളി തന്നെയാ. ഇത് രജനിയുടെ ബന്ധത്തിൽപ്പെട്ട അമ്മാവനാ, ആലങ്കോട് വാസു. കേട്ടിട്ടേ, പഴയ നാടകക്കാരനാ. രാജാപ്പാട്ട് രംഗതുരൈ അല്ലേ അണ്ണാ? പച്ചേട്ടോ? പച്ചേട്ടനല്ല, നീലേട്ടൻ. നീലട്ടോ, അഡ്വാൻസ് കിട്ടിയില്ലല്ലോ. ആർത്തി കാണിക്കാണ്ടിരിക്കും തരും. ആർത്തി കാണിക്കല്ല, വന്ന ഓട്ടോറിക്ഷ പോയോ? എന്തിനാ തിരിച്ചു പോകാൻ? എന്തൊരു പാടറപ്പാ. എന്തൊരു പാടറപ്പാന്ന് എന്ത് പറഞ്ഞ കൂട്ടിക്കൊണ്ടുവന്ന്? പകരത്തിന് അഭിനയിച്ച ഡബിൾ ചാർജ് തരാന്ന് പറഞ്ഞോ? കാരണം അഡ്വാൻസിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇയാളെന്തിനാ തൊള്ളി വിളിക്കണേ? എനിക്കറിയാൻ പാടില്ല.
അതിരിക്കട്ടെ, ആരാ ഹീറോ? ഉപ്പള രായപ്പൻ. ഉപ്പള? ആ, അയാൾ എപ്പോഴാ വരിക? എപ്പോഴാ വരണ്ടേ? എപ്പോഴാ വരണ്ടേ? എപ്പോഴെങ്കിലും വന്നോട്ടെ. വാസുട്ടൻ കേട്ടില്ലേ? ഈ വർഷത്തെ അവാർഡ് കിട്ടിയ ആത്മഹത്യാ മുനമ്പില് റൊമാൻറ്റിക് ഹീറോയാണ്. ഏത് സ്റ്റേജിൽ ചെന്നാലും. ചെരിപ്പേർ കിട്ടുമോ? അല്ല, പെമ്പിള്ളേരെ ഓട്ടോഗ്രാഫ് അടിഞ്ഞിട്ട് വരികയല്ലേ. എന്താ അവന്റെ ഒരു ഗ്ലാമർ. ഗ്ലാമർ അത് വിട്. ഏത് വിടാൻ? നിനക്ക് സൗകര്യമുള്ളത് വിട്. നീ ഗ്ലാമറിന്റെ കാര്യമൊന്നും പറയണ്ട. എന്റെ ആദ്യകാല ഘട്ടത്തില് 1977 അല്ലേ മോള് കേട്ടില്ലേ? മാമന്റെ ഈ രണ്ട് ഭാഗത്തും അത് എപ്പോഴും ഉണ്ട് കുറേശ്ശെ. എന്നാ അർത്ഥം? നിർത്തിയ എന്താ കഥ? ഗതയോ? ഗതയല്ല, കഥ. കഥ എന്താ? ചേച്ചി കഥയൊന്നുമില്ല, കഥയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കഥ. ഇതിൽ വ്യക്തികളില്ല, വ്യക്തികളുടെ രൂപരേഖകൾ മാത്രം. അതെ. വാചക കസർത്തൊന്നും എനിക്ക് കേൾക്കണ്ട. അത് ഓഡിയനോട് പറഞ്ഞാൽ മതി. എന്റെ കൊച്ചുകളോളെന്താ, അതിന്റെ രൂപരേഖ എന്താ, അതാ എനിക്കറിയേണ്ടത്. അതെ, ഈ നാടകത്തിലെ ഒരേ ഒരു ഹീറോയിനാണ് രജനി. അമ്മാവൻ ചുമ്മാതങ്ങനെ പറയുന്നേ ഉള്ളൂ, കാര്യാക്കണ്ട. ചില മനുഷ്യർ ശുദ്ധഗതിക്കാരായിരിക്കാം. വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ അത് കണക്കിലെടുക്കാറില്ല, അല്ലേ? വാ, ക്യാമ്പിലേക്കിരിക്കാം. അവിടെ ക്യാമ്പിൽ ആട്ടുംപാല് കിട്ടുമോ? മോള് ലേഹ്യം കഴിക്കുന്നുണ്ട്. കിട്ടും. ആട്ടുംപാല് കിട്ടുമെന്ന് ഈ മുള്ളങ്കെട്ടപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അത് പോവില്ല, പശ വെച്ച് ഒട്ടിച്ച പോലെയാ ശവം. പിന്നൊരു കാര്യം കേട്ടോ, ആ പെണ്ണ് പാവ. അത്ര പാവൊന്നല്ല, അവളെ മൂക്കുമ്പോ വെക്കേണ്ട കണ്ണട നിറന്തരാല വെച്ചേക്കണേ. അത് ഈ നാടകക്കാര് തന്നെ തലയെ കയറ്റി വെച്ചതാ. ചേട്ടൻ പേടിക്കണ്ട, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇറക്കിക്കോളാം. രജനി ചൈത്ര രജനി സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ല ഒരു കാര്യത്തിനും ഞാൻ. അപ്സരസ്ഥാനന്റെ ബെസ്റ്റ് മോള മാത്രമുണ്ട്. അതെ, കഥാപ്രസംഗത്തിന് ജയിക്കാൻ നിങ്ങളുടെ ഈ നാടകത്തിനെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളുടെ ഈ 10-12 ആളുകൾ തട്ടേ കിടന്ന് കെട്ടിമറന്നിട്ടു കാണികളെ ശരിക്ക് പിടിച്ചിട്ടാൻ പറ്റുന്നുണ്ടോ? എന്നാൽ സാംബശിവൻ ഒരാൾ വാ തുറന്നാൽ ജനങ്ങളുടെ ഇടയിൽ പൂയി വാരിട്ടാൽ അറിയും. അത്ര കണ്ട് സൈലന്റ്. കഥാപ്രസംഗത്തിന്റെ കാലമല്ല പോയില്ലേ കൃഷ്ണേട്ടാ? അതൊക്കെ വെരി ഓൾഡ് കലാരൂപമല്ലേ? വന്നല്ലോ. അപ്പൊ ഗവൺമെന്റ് മറന്നില്ലല്ലോ. ആള് വന്നു, ഞാനാ കൊണ്ടുവന്ന്. നമസ്കാരം. അതെ, ഞാനേ ഡസ്റ്റിമൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടോന്ന് കരുതി. അതെന്താന്നറിയോ, ഇവൾക്ക് ഈ ന്യൂമോണിയ വന്നതിന് ശേഷം ഇവള് കുറച്ച് തടിച്ചു പോയി. ഇവിടെ ഇപ്പം ഡയോളില അല്ലെ മോളെ? ഡയോണിലേ പ്രമേഹത്തിന് കഴിക്കുന്ന ഒരു ഗുളിക ഡയറ്റിംഗ്. ഈ നാട്ടുമ്പുറത്തൊക്കെ ഡയറ്റിംഗ് എല്ലാമാവൻ. അതാരാണ് ആട്ടുംപാലി? അതിന് ഞാനില്ലേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക, ഇതാണ് രജനി കൂത്താട്ടോളം. നമസ്കാരം. രജനിക്ക് ഇവരാരെങ്കിലും മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഞാൻ 1 വർഷല്ലേ ആയുള്ളൂ ഫീൽഡിൽ വന്നിട്ട്. ആണോ? അല്ല പെണ്ണ്, അല്ല ഇതിൽ ആരാണാവോ ഉപ്പള രാജപ്പൻ? ഉപ്പള രാജപ്പൻ നല്ല സാധനം. ഹലോ, അതറിയോ? അതെ, അവോൾഡാറിയല്ല കഴിഞ്ഞതാ രായപ്പ. ഇത് കേട്ടോ. അല്ല, ഈ ഉപ്പളയാണോ പെമ്പിള്ളേര് ഓട്ടോഗ്രാഫായിട്ട് പൊതിഞ്ഞെന്ന് പറഞ്ഞത്? ഞാന് എന്റെ ലവ് സീൻസിന്റെ ഡയലോഗ്സ് ഒന്ന് നോക്കട്ടെ. അല്ല, നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? അതെ, പരിചയപ്പെടലൊക്കെ നമുക്ക് ഇനി ആവാം. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. നമുക്ക് ഉടനെ റിഹേഴ്സൽ തുടങ്ങണം. നാളെ നാടകമുള്ളതാ. പിന്നെ നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞാനാണ് ഈ ആലങ്കോട് വാസു. കുട്ടിയുടെ വാരായിട്ട് വന്നതാണല്ലേ? നമ്മൾ ഇവിടുത്തെ ആരാ? ഞാനിവിടുത്തെ ഒരു വാലി പോട്ടതന്തേ ആട്ടുമാലി കാര്യം എന്തായി? ഞാനിവിടെ ഇല്ലേ, എല്ലാം ശരിയാക്കാം. ഓരോന്നിങ്ങനെ അന്തം വിട്ട് നോക്കിക്ക. മോളും കൊണ്ട് വാ, ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് മാറിയ രജനിയും രാജപ്പനും കാമുകന്മാരാണ്. കാമുകനിൽ നിന്നും രജനിയെ പിരിക്കാൻ അവളുടെ ഭർത്താവ് ഗുണ്ടകളെ അയച്ച് രജനിയുടെ കാമുകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് എടാ മോനെ, ഇപ്പളേ നീ ശരിക്കും കയറി പ്രേമിക്കല്ലേ? ഈ അമ്മാവന്റെ വയറ്റത്ത് അടിക്കല്ലേ? രജനി, അപ്പൊ നമുക്ക് ആരംഭിക്കാം. രാജപ്പ, നീ ഡയലോഗ് പറ.
എന്നെ പോലൊരു പാവപ്പെട്ടവന്റെ പ്രേമത്തിന് കടുകിട പോലും വില കൽപ്പിക്കാത്ത കാട്ടാളന്മാർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കൊന്നിച്ച് ജീവിക്കുവാനാവില്ല സുനന്ദേ, ഒന്നിച്ച് ജീവിക്കുവാനാവില്ല. സുനന്ദ, എന്നെ മറന്നേക്കൂ. ഭർത്താവ് മുതിച്ച് സുഖമായി ജീവിക്കൂ. ആ മനുഷ്യനോട് കൂടിയുള്ള ജീവിതം ഞാൻ മടുത്തു പ്രഭേട്ട, ഞാൻ മടുത്തു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അയാൾക്ക് എന്നെ സംശയമാണ്. പ്രഭേട്ടൻ ഈ നിമിഷം എന്നെ വിളിച്ചാൽ അടുത്ത നിമിഷം ആ മനുഷ്യനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡെൽസ്റ്റാറിന്റെ മുമ്പിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി എന്റെ കഴുത്തിൽ കെട്ടു പ്രഭേട്ട, എന്റെ കഴുത്തിൽ കെട്ടു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? രജനി, അതെ, ഇങ്ങനെ പോരാ. കുറച്ചും കൂടി ഇമോഷൻ ആവണം. കാമുകനല്ലേ, കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് വേണം, നല്ല ഫീലിങ്സ്. ഇതിപ്പോ റിഹേഴ്സൽ ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ ഈ ഉപ്പളിന്റെ മൊന്തണ്ട് ആർക്കും ഫീലിങ്സ് ഇല്ല. ആർട്ടിസ്റ്റിന്റെ മൂഡ് നിങ്ങൾ ഔട്ട് ആക്കരുത്. നടക്കട്ടെ. പ്ലീസ് കുറച്ചു നേരം മിണ്ടാതിരിക്കണം. ഇത് അസംബ്ലി അല്ല, റിഹേഴ്സൽ ക്യാമ്പാ. ഞാൻ ആദ്യമായിട്ടാണല്ലോ റിഹേഴ്സൽ ക്യാമ്പിൽ വരുന്നത്. ഡയലോഗ് പറഞ്ഞേ. അതൊക്കെ അവള് പറയും, മണി പോലെ പറയും. പറഞ്ഞോളൂ മോളെ. പ്രഭേട്ടൻ ഈ നിമിഷം എന്നെ വിളിച്ചാൽ അടുത്ത നിമിഷം ആ മനുഷ്യനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡെൽസ്റ്റാറിന്റെ മുമ്പിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി എന്റെ കഴുത്തിൽ കെട്ടും, എന്റെ കഴുത്തിൽ കെട്ടും. സുനന്ദേ, ആ ബാലു, ഈ സുശീലയ്ക്ക് പകരം വന്ന ആളിനെ കണ്ടില്ലല്ലോ. രജനി, വാ വാ. ഇത് മിസ്റ്റർ ബാലചന്ദ്രൻ. ഹലോ. ആകാശവാണിയിലെ അനൗൺസറാ. ഈ വീടിന്റെ ഓണറും എല്ലാത്തിനും ഉപരി എന്റെ മരുമകൻ. എന്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാണിക്കുന്നത്? ഇയാൾ ആരാണെന്ന് സാറിന് അറിയാമോ? എന്റെ ജീവിതം, എന്റെ അച്ഛൻ, എല്ലാം എല്ലാം നഷ്ടപ്പെട്ടത് ഇയാള് കാരണം. ഇയാളെ ഞാൻ വെറുതെ വിടില്ല. നിന്നോട് വിടാനാ പറഞ്ഞു. ഇവൻ ആരാണോന്ന് വിചാരിച്ചേ? എന്നെ നശിപ്പിച്ച ചതിയനാണ് ഇയാൾ. ആദ്യമായിട്ടാണ് ഞാൻ ആ പെണ്ണിനെ കാണുന്നത് തന്നെ. എന്തോ എന്നെ സംശയിക്കരുത്. അങ്ങനെ പറയല്ലേ ബാലോട്ട, ഞാൻ സംശയിക്കൂ? അവൾക്ക് ഭ്രാന്തായിരിക്കും. എന്നാലും എന്തിനായിരിക്കും ആ പെണ്ണൊന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനൊരു നാടകം കളിക്കാൻ വേണ്ടി ആ പെണ്ണിനെ വേഷം കെട്ടിച്ചയക്കാൻ എനിക്ക് ശത്രുക്കൾ ആരുമില്ലല്ലോ. ബാലോട്ടിന് എന്തിനു വിഷമിക്കണേ? ഇതൊന്നും സാരാക്കണ്ട കേട്ടോ.
എവിടെ ചെന്ന് അന്വേഷിക്കാനാ അവളെ? രാത്രി മുഴുവനും വണ്ടി ഓടിച്ച് ഡീസൽ കളഞ്ഞതും ടയർ തേഞ്ഞതും മിച്ചം. അവളെ ഞാൻ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ ഡീസൽ കാശ് അവളുടെ ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. വളിച്ച് തമാശ പറയല്ലേ? അയ്യടാ, ഈ മോന്താണ്ട പിന്നെ തമാശയിലാണ്ട് വേറെന്താ തോന്നുക? നീ ഇങ്ങോട്ട് ഇറങ്ങിയടാ. പ്രയാസം. ഓരോ കുന്തത്തിനും പിടിച്ചിട്ട് വരും. വരുമ്പോ വീട് എവിടെ നിന്ന് അന്വേഷിച്ച് വെക്കണ്ടാ. ആ ടാഗോർ കലാസമിതി നാടക റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അവിടെ തള്ള ചത്തുന്നു നുണയം പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നേ. ആ സമയത്ത് വീട് അന്വേഷിക്കാൻ അവിടെ നേരം എന്നെ നോക്കി പേടിപ്പിക്കുക. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീ ചെയ്യണ്ടാ. നിന്റെ വർത്താനം കേട്ടതൊന്നും നീ ഇരിഞ്ഞാലക്കൂടെ നീലാൻ എന്റെ പാട്ടിന് കൂടെ ഞാൻ കൃഷ്ണേട്ടൻ വിളിച്ചിട്ടാ പറഞ്ഞേ. അന്നാ നീ അങ്ങോട്ട് പോയിട്ട് നീ കണ്ടോ അവളെ? കണ്ടില്ല. എന്റെ പൊന്ന് കൃഷ്ണേട്ട, ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചില്ല. ഞാൻ ഒരു കട്ടൻ ചായ മേടിച്ചതല്ല ഈ മനുഷ്യൻ. പിന്നെ നടിനെ അന്വേഷിച്ചു പോകുമ്പോ നിനക്ക് കട്ടൻ ചായ അല്ല കോഴി ബിരിയാണി മേടിച്ചുതരാം. അതെ, ഞാൻ ഒന്ന് ഉറങ്ങാൻ പോവാ. അപ്പൊ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാതെ സുഖമായിട്ട് ഉറങ്ങാൻ പോവാ നീ? ഞങ്ങൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. ഔ, ബാലു അവിടെ കിടക്കുന്ന കിടപ്പ് കാണണം. തട്ടുമെന്ന് വീണ പല്ലേ പോലെ. ഇപ്പൊ കുറ്റം എല്ലാരും കൂടി എന്റെ തലയിലോട്ട് വെച്ച് കിട്ടുക. ആ നാടകം ആകാശവാണിയും തമ്മിൽ ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടെന്നുള്ളത് വരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അയ്യേ നീല, നീ പെങ്ങളെ പോയി സമാധാനിപ്പിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി സ്ഥിതിക്ക് ഞാൻ ഇനി എങ്ങനെ പെങ്ങളുടെ മൂത്ത് പോകും കൃഷ്ണേട്ടാ? പെങ്ങളെ, ഇന്നലെ രാത്രി മുഴുവൻ അവൾ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അവളിന്നലെ അവളുടെ വീട്ടിൽ ചെന്നിട്ടില്ല. നീയും നിന്റെ കൂട്ടരും കൂടി എന്റെ മോന്റെ ജീവിതം നാടകം പോലെ ആക്കിയില്ലേ? ഇതൊക്കെ മനഃപൂർവ്വം അല്ലല്ലോ പെങ്ങളെ. ഈ കാര്യത്തിൽ പെങ്ങളെക്കാളും വേദന എനിക്കുണ്ട്. എന്റെ സംശയം, അല്ല, നമ്മുടെ സ്വത്തും പണവും മോഹിച്ചിട്ട് ആരെങ്കിലും ആ നാടകക്കാരി പെണ്ണിനെ കെട്ടിച്ചമച്ചു വിട്ടതാണെങ്കിലോ? ഇന്നത്തെ കാലതാണല്ലോ. എത്ര കെട്ടിച്ചമച്ചു വിട്ടാലും ഒരു പെണ്ണ് വന്ന് ഇത്രയും ഭൂകമ്പം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കുമോ? നീല, ആദ്യമൊക്കെ നാടകവും റിഹേഴ്സലെന്നും പറഞ്ഞ നീയല്ലേ ബാലുവിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴെങ്ങാനും വല്ല പെങ്ങൾ എന്തായി പറയാം? ഞാൻ തന്നെ ആദ്യമായിട്ട് ആ പിശാചിനെ കാണുന്നത് തന്നെ. പിന്നെങ്ങനെയാ ബാലു ആ സുശീല പോയ പകരത്തിന് കൊണ്ടുവന്നല്ലേ അവളെ? പെങ്ങളൊന്ന് വിഷമിക്കാണ്ടിരിക്കും. അവളെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എന്താ കാര്യമെന്നൊന്നും അറിയണല്ലോ. എനിക്ക് എന്റെ ഇന്ദുമോളുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അവളൊരു പാവമാണ്. ഒരു ട്രൂപ്പ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ഇന്ന് നാടകം നടക്കില്ല. ഭൂലോകം മുഴുവൻ തപ്പിയിട്ടാ ഞാൻ ആ കൂത്താട്ടുകുളത്തിനെ കൊണ്ടുവന്നത്. അവള് വന്നിട്ട് ബോംബിട്ടേച്ചും പോയി. ഇനി തപ്പുന്ന പരിപാടി ഞാൻ നിർത്തി. അപ്പൊ ഇന്ന് നാടകമില്ലേ? ഇന്നെന്നല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാടകം നടക്കുന്ന കാര്യം പരുങ്ങല്ല. അല്ല, അത് ഞാൻ ഒഫീഷ്യലായിട്ട് പറയല്ല കേട്ടോ. ഒരു വർഷം 365 ദിവസം കളിയുള്ള ട്രൂപ്പ് വിട്ടിട്ടാ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ കൂടെ പോകുന്നത്. അതെ, എന്തായാലും ഞങ്ങളുടെ ഈ വർഷം പോയി കിട്ടിയല്ലോ ഏട്ടാ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ കൊച്ചേ. ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? എടാ, നിന്നെ കത്തം കെട്ടാനല്ലേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതെ. ഒരു കാര്യം ചെയ്യ്, നീ ഈ വർഷം എവിടെയെങ്കിലും പോ. ഈ വർഷം ഞാൻ എവിടെ പോയി കെട്ടും? നിനക്ക് കെട്ടുകയല്ലേ വേണ്ടു. നീ പോയൊരു പെണ്ണ് കെട്ടറാ. അപ്പൊ കെട്ടിയതിനെയോ? കെട്ടയച്ചു വിട്ടേര്. ചവിട്ടുന്നുണ്ട്. അതെ, 4 ടെലിഫിലിം, 1 ടെലിസ്കോപ്പ്, അല്ല സിനിമാസ്കോപ്പ്. ഈ മാസം വന്ന് എന്നെ വിളിച്ചതാ. നിങ്ങളെയൊക്കെ ഓർത്താ ഒരു ഹീറോ ആയ ഞാൻ പോകാതിരുന്നത്. എടാ, നീ നാടകത്തിലെ ഹീറോ അല്ലേ? അതെ. നീ സിനിമയിലോട്ട് പോയി സീറോ ആകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കോപ്പിലേക്ക് പോകണ്ട. ആർട്ടിസ്റ്റിനെ ഒരുമാതിരി നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടാ. ശരി, ആർട്ടിസ്റ്റിനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യരുത്. അതിന് ആർട്ടിസ്റ്റ് ആണെങ്കിലല്ലേ. സ്കോപ്പിൽ പോകേണ്ട ആൾക്ക് സ്കോപ്പിലേക്ക് പോവാം. മറ്റുള്ളവർക്ക് എവിടെയാ സ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോവാം. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കാരണം കൊണ്ടാണ് ഈ കുടുംബത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടായത്. ഇവിടുത്തെ ഈ പ്രശ്നം തീർക്കാണ്ട് പുതിയൊരു നടിയെ തേടി പിടിച്ച് നാടകം തുടരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വിഷമം എനിക്കറിയാം. പക്ഷെ ഈ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. തൽക്കാലം ഈ ട്രൂപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ നിലടഞ്ഞു വന്നേ? എന്തുകൊണ്ടാ? ആ കൂത്താട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ.
നിന്നെന്തിനാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ തറവാട് കുളം തോണ്ടാൻ വേണ്ടി മനഃപൂർവ്വം നീ ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വന്നതാ. ആഹാ, കൊള്ളാമല്ലോ. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ ഇതെന്താ അനാഥാലയം പറ്റുവാണോ? ആ കുഞ്ഞിന്റെ അച്ഛൻ വന്നല്ലോ. മോളെ, കുഞ്ഞിനെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്ത്. ഏതായി കുട്ടി? അത് മോനോട് ചോദിക്കും. എന്റെ കുഞ്ഞോ? ആ അനാവശ്യം പറയരുത്. ഞാൻ ഈ പെണ്ണിനെ അറിയ പോലും ഇല്ല. മാന്യന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ നീ. മാന്യത, ഇയാളുടെ മാന്യതയുടെ കഥയൊക്കെ ഇവള് പറയും. എടീ, എന്താ നിന്റെ ഉദ്ദേശം? നീ ബാലുവിന്റെ സ്വത്തും പണം മോഹിച്ചാ ഈ കൊച്ചിനും പൊക്കി പിടിച്ച് വന്നിരിക്കുന്നെ? സ്വത്തും പണവും. സ്വത്തും പണത്തെക്കാൾ വലിയ സ്വത്ത് അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിനൊരു ന്യായമായ തീരുമാനം എടുത്തില്ലെങ്കിൽ നിന്നിന്ന് വെറുതെ വിടാൻ പോലില്ല. നാട്ടിക്കും ഞാൻ, നാട്ടിക്കും. നാടകത്തിന്റെ പേരും പറഞ്ഞ് കണ്ടിടത്തൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് തന്തയാരെന്ന് അറിയാത്ത കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? തന്തയില്ലാത്ത കുഞ്ഞ്, നിങ്ങൾ എന്നെ ഇത് പറയണം? എന്റെ മാനം നശിപ്പിച്ചിട്ട് രാത്രിക്ക് രാത്രി ഒളിച്ചോടിപ്പോയ നിങ്ങളുടെ മുന്നിൽ തെളിവായി തരാൻ ഈ കുഞ്ഞല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞാൽ ഈശ്വരൻ പോലും നിങ്ങളോട് പൊറുക്കില്ല. ഇന്നെന്നെ അറിയില്ല എന്ന് പറയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ താലി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ സമർത്ഥമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സുഖവും സന്തോഷവും പങ്കിടാനല്ല ഞാൻ വന്നത്. ജീവിക്കാനുള്ള മോഹം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു. മതി, നിർത്ത. എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ നീ പോകാൻ. ഇവിടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ ഈ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ. നോക്കിയേ, ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയേ. കണ്ടോ, കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ആകാശവാണിക്കാരന്റെ കുഞ്ഞല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ മുമ്പിൽ വലിയ പൂളിച്ച് മാലിനാന്നും പറഞ്ഞു നടന്ന് 3-4 വർഷം മുമ്പ് ഒപ്പിച്ചതാണ് ഈ കുഞ്ഞിനെ. ഈ കുഞ്ഞിനും തള്ളനി ഏറ്റെടുപ്പിച്ചിട്ടില്ലാതെ ഈ ആലങ്കോട് വാസം കൊടുത്ത് പോവില്ല. കണ്ടിടത്തൊക്കെ ഓടി നടന്നൊരു ടേബിളിച്ചും കൊണ്ട് വന്നിരിക്കുന്നു കുഞ്ഞിന്റെ തെളിവെടുക്കാൻ. എങ്ങനെ കൊടുക്കും? നമുക്ക് പോവാം. മേലാൽ ഈ പരിസരത്ത് എങ്ങും കണ്ടുപോയി വിടാ വണ്ടി. മോളെ, നീ എങ്ങോട്ടാ പോകുന്നത്? എന്തു? ഞാൻ പറയുന്നൊന്ന് കേൾക്കോളെ. കാര്യം എന്തെന്നറിയാതെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. മോളെ, ഏതോ ഒരു അലവലാതി പെണ്ണ് വന്ന് എന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞെന്ന് കരുതി മോളെ എവിടേക്കായി ഇറങ്ങി പോണേ?
മോനെ, എന്താ ഉണ്ടായതെന്ന് എന്നോടെങ്കിലും നീ സത്യം പറ. ഒന്നുമില്ലാതൊരു പെണ്ണ് നിന്റേതാണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറി വരുവോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലമ്മേ. എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? സത്യാവസ്ഥ എന്താന്ന് ഇപ്പോഴും ആർക്കും അറിയില്ലല്ലോ. ബാലുവിനോട് വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. നമ്മുടെ ബാലു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഗുരുവായൂരപ്പ, എന്റെ മോൾ അവിടെ ചെന്ന് എന്തെങ്കിലും അവിവേകം കാണിക്കുമോന്നാ എനിക്ക് പേടി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാരായണി, എടി കുറച്ച് ദിവസമായാലും ഇന്ദുവിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് രണ്ടുപേരെയും കൂടി എന്താ കാണാത്തെന്ന ഞാൻ ആലോചിക്കുന്നേ. ചിലപ്പോ രണ്ടും കൂടെ ടൂർ പോയതായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ 1-2 ആഴ്ച നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഞാൻ എത്ര നിർബന്ധിച്ചതാ. എടീ, അവൻ എന്നെ പോലെ സ്റ്റേറ്റ് ഫോർവേഡാ. ഇന്ദുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം ആ ചെറുക്കാൻ നിൽക്കത്തില്ല. അവനെ കിട്ടിയതേ നമ്മുടെ ഭാഗ്യ. പിള്ളേരുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ, എത്തി. മോളെ, നീ തനിച്ച് വന്നതോ? എന്താ മക്കളെ വല്ലാണ്ടിരിക്കുന്നേ? അച്ഛനെ വിഷമിപ്പിക്കാതെ കാര്യം പറയുന്നേ. ബാലു ഇല്ലേ ഇവിടെ? എന്താ ലക്ഷ്മി അമ്മേ, ഇന്ദു ഇവിടുന്ന് പിണങ്ങി പോന്നാണോ? ഒരു കഥയില്ലാത്ത പെണ്ണാ അവള്. അവിടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. കാരണം ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് കിടന്ന് കരയുന്നതല്ലാതെ അവളൊന്നും പറയുന്നില്ല. അതാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നതേ. ഞാൻ അങ്ങോട്ട് വന്ന് ഹിന്ദുവിനെ വിളിച്ചോണ്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ലക്ഷ്മിയമ്മേ ഉണ്ടായത്? ഇനി ബാലുവായിട്ട് എന്തെങ്കിലും? ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേ? ലക്ഷ്മിയമ്മ എന്താണെങ്കിലും തുറന്നു പറയും. മോനെ ബാലു, എന്താ മക്കളെ ഉണ്ടായത്? ഇന്ദു ഇവിടുന്ന് പിണങ്ങിപ്പോയതാണോ? ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന അവിടെ വിചാരം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? അല്ല, ഈ സൗന്ദര്യപ്പണക്കൊക്കെ നിങ്ങൾ എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്താ ഉണ്ടായെന്ന് തുറന്നു പറയും. ഇന്ദുവിന്റെ അച്ഛൻ ഒന്നിങ്ങോട്ട് വന്നേ. ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. കുറച്ച് വെള്ളം. പോയ കാര്യം എന്തായി? അതേ കൊണ്ടുവാ. നിങ്ങൾക്കിത് എന്ത് പറ്റി? ഭഗവാനെ, എന്റെ കുഞ്ഞിനോട് ചെയ്തല്ലോ. എന്താ ഉണ്ടായത്? ബാലുവിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് അവന്റെ അമ്മാവൻ തന്നെ പറഞ്ഞത്. സത്യമാണോ ഈ പറയുന്നത്? ത്രിസന്ധ്യ പോലെ സത്യം. കണ്ടിടത്തൊക്കെ ഭാര്യ കുഞ്ഞുള്ളൊരുത്തന്റെ കൂടെ എന്റെ മോളിന് കഴിയണ്ട. ഇതേപ്പറ്റി വിശദമായി ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ ഒരു തീരുമാനം? എല്ലാം മനസ്സിലാക്കിയ നാരായണി,
എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. ഒരു നാടകക്കാരി അവന്റെ ആദ്യ ഭാര്യ. നേരെ ഒന്ന് വെളുക്കട്ടെ, അവളെ കൂടി കണ്ടിട്ട് ഞാൻ ചിലതൊക്കെ തീരുമാനിക്കും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, രജനിയുടെ വീടല്ലേ ഇത്? അതെ. ആരാ? ഞാൻ നാരായണൻ നായര്. മോളാണോ രജനി? അതെ, ഞാൻ തന്നെ. കയറിയിരിക്കൂ. ഈ വീട് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. എന്താ വിശേഷിച്ച്? നാടകക്കാരി വല്ലതും പറയാനാണെങ്കിൽ അമ്മാവും വരട്ടെ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട മോളെ, ഞാൻ മോളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ വന്നത്. ആകാശവാണിയിലെ ബാലചന്ദ്രൻ മോളുടെ ആരാ? ഞാൻ ജീവിതത്തിൽ സ്റ്റേറ്റ് ഫോർവേഡാ, അതുകൊണ്ടാ തുറന്നു ചോദിക്കുന്നേ. അവൻ നിന്റെ ആരാ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. എന്താ ചോദിക്കാൻ കാര്യം? അവൻ എന്റെ മകളുടെ ഭർത്താവാ. ഓഹോ, അപ്പോ നിങ്ങളുടെ മകളെ അയാൾ ചതിച്ചു. ഒരു കാര്യം തുറന്നു ചോദിക്കുന്നതിൽ മോള് തെറ്റിദ്ധരിക്കരുത്. നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? പണത്തിന് വേണ്ടിയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എന്റെ മോളുടെ ജീവിതം തകർക്കരുതെന്ന് ഒരു അപേക്ഷ എനിക്കുണ്ട്. പണത്തിന് വേണ്ടി മാത്രം വേഷം കിട്ടുന്ന ഒരു നാടകക്കാരിയാണ് ഞാനെന്നായിരിക്കും സാറ് കരുതുന്നത്. ഞാനൊരു നാടകക്കാരിയാകേണ്ടി വന്നത് നിങ്ങളുടെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ മാന്യൻ സമ്മാനിച്ചു പോയ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. സാറിന് ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇവിടെ എത്തുന്നത് വരെ ഞാൻ കേട്ടതൊന്നും സത്യമാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഒരിക്കലും ഒരു സ്ത്രീക്കും തന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെക്കുറിച്ച് കള്ളം പറയാനാവില്ല. ആകാശവാണി തൃശൂർ. ഇന്നത്തെ പരിപാടികൾ: 7:35 കാവ്യാഞ്ജലി, 7:40 കാലാവസ്ഥ, 7:45 ലളിതഗാനങ്ങൾ ശ്രീമതി KS ഗിരിജ പാടും, 7:58 ഹിന്ദി വാർത്തകൾ, ഉച്ചയ്ക്ക് 11:58 ഇംഗ്ലീഷിൽ വാർത്തകൾ, 12:05 പ്രാദേശിക വാർത്തകൾ. ക്ഷമിക്കണം, അയ്യപ്പം പാട്ട് ശ്രീ കുഞ്ഞികൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്നു. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 ക്ഷമിക്കണം 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 മാപ്പിളപ്പാട്ടുകൾ, 1:10 ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ. നീ എന്താ നാരായണി ഈ പറയുന്നത്? അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ആ പെണ്ണ് ഇങ്ങനെയൊക്കെ പറയുവോ? അവന്റെ കുഞ്ഞിനെയും കൊണ്ട് നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് ബഹളം വെക്കുമെന്ന എന്റെ പേടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാട്ടുകാരൊക്കെ അറിഞ്ഞാ? നാട്ടുകാരൊന്നും അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിക്കുന്നേ? ഇനി നമ്മളോട് ആരും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ എത്ര ദിവസം വെച്ചാ മോളെ ഇവിടെ നിർത്തുക? എന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ? എന്ത് പരിഹാരം? ഭാര്യയും കുഞ്ഞിനും എടുത്തന്റെ കൂടെ രണ്ടാം ഭാര്യയെ എന്റെ മുകളിൽ പൊറുക്കണോ? അതെന്തായാലും ഉണ്ടാവില്ല. ജീവിതത്തിൽ സ്റ്റേറ്റ് ഫോർവേഡായി എനിക്ക് ഒരു അബദ്ധം പറ്റി. അതെങ്ങനെ തിരുത്തണമെന്നും എനിക്കറിയാം. നാരായണി, എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥന. അവരുടെ ജീവിതമാണ് എനിക്ക് വലുത്.
മോനെ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ ഇന്ദുവിന്റെ വീട് വരെ പോയി അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ഇല്ലമ്മേ, ഞാൻ ചെന്ന് വിളിച്ചാൽ ഇന്ത് വരുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ഏത് ഭാര്യയ്ക്കാണ് സഹിക്കാൻ കഴിയുക? ഇവിടെ നടന്നതൊക്കെ സത്യാണെന്ന് വിശ്വസിച്ചിരിക്കുകയല്ലേ അവള്? എന്തായാലും നീ ചെന്ന് വിളിച്ച അവള് വരാതിരിക്കില്ല. അവളുടെ മനസ്സ് എനിക്കറിയാം. അച്ഛാ, ദേ ബാലേട്ടൻ വരുന്നു. എന്താ? ഞാൻ ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇന്ദുവിനെ കൊണ്ടുപോകാൻ? അവൾ നിന്റെ ആരാ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം? ഒന്ന് പഠിപ്പിച്ചതാ. നിനക്ക് എന്റെ മോളെ കൂടാതെ വേറെ എത്ര ഭാര്യമാരുണ്ട്? ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാണിത്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എങ്ങനെ വേദനിപ്പിക്കരുത്. ആഹാ, നിനക്ക് വേദനിക്കുവോ? അതിപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. നീയും അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരേ ഒരു പെൺകുടി ഇന്ദു മാത്രമാണ്. എന്താ നോക്കുന്നത്? എന്റെ മോൾക്ക് സന്തോഷിക്കാനുള്ള വകയല്ലേ നീ ഉണ്ടാക്കി വെച്ചത്? അവളെ പൊന്നുപോലെ ഞാൻ വളർത്തിയത്. നിനക്കറിയോ, അവളുടെ കണ്ണ് നിറഞ്ഞാൽ എന്റെ നെഞ്ചാ ഉരുകുന്നത്. ഓർത്തോ നീ? ബാലു, നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എല്ലാം നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തന്നെയല്ലേ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചെന്ന് അമ്മാവനീ പറയുന്നത്? ഏതോ ഒരു പെണ്ണ് കയറി വന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. എന്റെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പെണ്ണ് പറയുന്നത് എല്ലാവരും വിശ്വസിക്കൂ. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഇന്ദുവിനും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോ മാത്രം അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും ആ രജനി ഒന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കി തരണം. നീ സമാധാനായിട്ടിരിക്കും. നമുക്ക് ഇന്ന് തന്നെ അവളെ ഒന്ന് അന്വേഷിച്ചിറങ്ങാം. ബാലു, ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. രജനിയെ നിനക്ക് ഒരു പരിചയമില്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമോ? അമ്മാവൻ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഏറെ കളി ഞാൻ ഈ പ്രായം കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നാടകം അവൾ കളിക്കാൻ ഉദ്ദേശം എന്തെന്ന് എത്ര ആലോചന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, പരിചയം വേണ്ട. എവിടെങ്കിലും വെച്ച് നീ ഇതിനു മുമ്പ് അവളെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? അല്ല, ആകാശവാണിയിലെ ഏതെങ്കിലും പ്രോഗ്രാം റെക്കോർഡിങ്ങിനോ വല്ല മാട്ട നാടകത്തിനോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിന്നോട് വല്ല പ്രേമോ തോന്നിയിരുന്നെങ്കിലോ? ഈ വൺ സൈഡേ. ഇല്ല മാവ, നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അല്ല, ഇനി വേറെ ആരെങ്കിലും ആണെന്ന് രജനി നിന്നെ തെറ്റിദ്ധരിച്ചിട്ടാവോ? അല്ല, ഒരാളുടെ രൂപത്തിൽ തന്നെ 7 പേരുണ്ടെന്നാണല്ലോ പറയാറ്. നീ എന്താ ആലോചിക്കുന്നേ? വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ രജനി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ
നാട്ടുകാരെ വിളിച്ചുകൂട്ടി എന്നെ അപമാനിക്കാൻ പോലും അവൾ ഈ അവസ്ഥയെ മടിക്കില്ല. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് അവൾ ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ നീ കാര്യങ്ങൾ എനിക്ക് വിട്ടുക. ഈ കൂത്താട്ടോളം എന്ന് പറഞ്ഞ സ്ഥലത്തെ എനിക്ക് 3-4 മാന്യന്മാരെയൊക്കെ പരിചയമുണ്ട്. രണ്ടിലൊന്നും നമുക്ക് ഇന്നറിയാലോ. ഇവിടെ ആള് കൂടിയിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇതെന്താ ഇവിടെ ആള് കൂടിയേക്കണേ? രജനി ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. എന്താ അമ്മ? വണ്ടി വിടറാ. എന്താ ഇത് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. ഇവളെ നിങ്ങളെ ഏൽപ്പിക്കാനാ ഞാൻ വന്നത്. എന്റെ മകൻ ഇങ്ങനെ ഒരു കുഞ്ഞുള്ളതായി എനിക്കറിയില്ല. അത് നിങ്ങളുടെ മകനറിയാം. അമ്മ മരിച്ചെങ്കിലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഇവള് അനാഥയെ വളരാൻ പാടില്ല. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ രജനി എഴുതിയ കത്താണ്. മോളെ, ഇത് മോളുടെ മുത്തശ്ശിയാണ് കേട്ടാ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ അമ്മ ക്ഷമിക്കണം. ഇത് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. ഈ സത്യം അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ മകന്റെ ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിക്കാനോ കുടുംബം തകർക്കാനോ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് അമ്മയില്ലാത്ത ദുഃഖം അറിയാതെ വളരാൻ ഏറ്റവും അനുയോജ്യമായൊരിടത്തേക്കാണ് ഞാനവളെ അയക്കുന്നത്. എന്റെ മകളെ ഒരു മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും നൽകി വളർത്തുമെന്ന പ്രതീക്ഷയോടെ രജനി. ആരാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മകന്റെ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഏതോ ഒരു സ്ത്രീയിൽ ആർക്കോ ജനിച്ച കുഞ്ഞ് എന്റേതാണെന്ന് അമ്മയും വിശ്വസിക്കാണോ? നിനക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയത് നിന്റെ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണുനീര് ഈ വീട്ടിൽ വീഴില്ലായിരുന്നു. അമ്മ എന്താ ഇത്ര വൈകിയത്?
കരയോക കമ്മിറ്റി കഴിഞ്ഞപ്പോ കുറെ വൈകി. വാസുവനാര് പറയുന്നത് ഈ ഞായറാഴ്ച അവന്റെ വീട്ടിൽ പോയി സംസാരിച്ച് ബന്ധം ഒഴിപ്പിക്കണമെന്നാ. ബന്ധം ഒഴിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്ത് ആലോചിക്കാൻ? എല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അച്ഛാ, ബാലുവേട്ടനെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. പിന്നെ എന്തിനാ കെട്ടും പാട്ടം മുറുക്കി നീ ഇങ്ങോട്ട് പോന്നേ? നിനക്ക് അവിടെ തന്നെ പൊറുക്കാൻ മേലായിരുന്നോ അവർ രണ്ടാം ഭാര്യയായിട്ട്? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മംഗലശ്ശേരി തറവാട്ടുകാർക്ക് അഭിമാനമാണ് വലുത്. നാട്ടിൽ അവനേക്കാൾ യോഗ്യന്മാരെ ചെറുപ്പക്കാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെയും ബാലുവേട്ടനെയും തമ്മിൽ പിരിക്കാനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതെന്റെ കുട്ടിയാണെന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചു അല്ലേ? നാട്ടുകാർക്ക് പറയാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ഓള് പാരുടിക്ക്. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഒരു കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവളും അവളുടെ അലവലാതി അമ്മാവനും പറയുന്നത് അമ്മ വിശ്വസിച്ചിരിക്കുന്നത്. ആരുടെ ആയാലും ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഇതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഇനിയും ആരെങ്കിലും ഇതേപോലെ ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അതും എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ അമ്മ അങ്ങേറ്റെടുക്കും. എനിക്ക് ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തണമെന്നില്ല. ഇതാ, ഇതിനെ വല്ല അനാഥാലയത്തിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചോളൂ. നിനക്കതിനാവില്ലെന്ന് എനിക്കറിയാം. ഒരമ്മയ്ക്ക് മകന്റെ സ്നേഹത്തിനേക്കാൾ വലുത് അവന്റെ അഭിമാനമാണ്. എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത്. എന്തെങ്കിലും തെളിവുകളില്ലാതെ ഒരമ്മയും മക്കളെ കുറ്റപ്പെടുത്തില്ല. ഇത് വായിച്ചു നോക്ക്. ഈ കത്തിൽ എഴുതിയിരിക്കുന്നൊന്നും സത്യമല്ലമ്മേ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതികളുണ്ട്. അതെന്താണെന്നറിയാൻ രജനി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചേച്ചി, 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 അമ്മേ, അമ്മേ, ചേച്ചി. എന്താ മോളെ? അമ്മേ, ചേച്ചി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. മോളെ, മോളെ, മോളെ. അയ്യോ ദൈവമേ, എന്റെ മോളെ. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ മോളെ. ചേച്ചി, എന്താ? അയ്യോ അച്ഛാ, നമ്മുടെ മോള്. നീ കിടന്ന് ബഹളം വെക്കാതെ. മോളെ, മോളെ എന്തു? മോളെ, അയ്യോ ചേച്ചി, എന്റെ കുഞ്ഞ്. ചേച്ചി, അച്ഛനെ വിളിക്കുന്നത്. ചേച്ചി, ചേച്ചി, ചേച്ചി. ഇന്നും ഡോക്ടർ വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഷീസ് പറയുന്നത് ബോഡി വളരെ വീക്ക് ആയതുകൊണ്ടാ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവാം. വളരെ ഉപകാരം സാർ. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ബാലുവിനെ വിവരം അറിയിക്കണ്ടേ? വേണ്ട. എനിക്ക് കാറ് മതി. മാവ് വാങ്ങി തന്നാൽ മോള് കാറ് വേണമെന്ന് പറയും. കാറ് വാങ്ങി തന്നാൽ ജീപ്പ് വേണമെന്ന് പറയും. ഇത് മൂന്നും കൂടെ വാങ്ങി തന്നാൽ തീവണ്ടി വേണമെന്ന് പറയും. ആ ആരിത്? രണ്ടുപേരുണ്ടല്ലോ. എന്തെന്നൊരു മാറ്റം. മാറിപ്പോയി ഏട്ടാ. ചിക്ക് ചിക്ക് ചിക്ക്. ബാലു ഇവിടെ? ബാലോകത്തുണ്ട്.
ബാലു, നീ എപ്പോ വന്നു? ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നലെ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇതറിഞ്ഞപ്പം മുതൽ സുശീൽ എന്നെ ഇവിടെ ഇരുത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ പോയി കാര്യങ്ങൾ അറിയണമെന്ന് ഭയങ്കര നിർബന്ധം. നീ ഇങ്ങനൊരു അബദ്ധത്തിൽ നിന്ന് ചാടുന്നവനല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സത്യം പറ, എന്താണ് ഉണ്ടായത്? നീ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് എനിക്കൊന്ന് സംസാരിക്കണം. ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയില്ല. ആ കുട്ടിയെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്ത് കളഞ്ഞില്ലേ? സത്യാവസ്ഥ എന്തെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നമുക്ക് ആ പെണ്ണിന്റെ വീട് വരെ ഒന്ന് പോയാലോ? എന്തിന്? അവളുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. നീ വിഷമിക്കാതിരിക്കെ, ദൈവം നമ്മളെ സഹായിക്കും. എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്? ആ കുഞ്ഞിനും കൂടി കൊന്നോ നീ? എന്റെ വയറ്റ് പഴപ്പാ നീ മുട്ടിച്ചത്. അവളെ കൊലയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ രജനി മോളെ ചതിച്ച നിനക്ക് ഒരിക്കലും ഗതി കെട്ടില്ല. അവളുടെ ശാപം നീ അനുഭവിക്കണം. അതെ, ഒച്ച വയ്ക്കണ്ട. ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. എനിക്കൊരു കാര്യം കേൾക്കണ്ട. പോകുന്നുണ്ടോ നിങ്ങൾ എന്റെ മുമ്പിന്ന്? ഫോട്ടോയിൽ കണ്ടതാണോ നീ പറഞ്ഞ രജനി? അതെ. എന്താ? കാറിക്കർ പറയാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ മോള് ചത്തോന്നറിയാനോ? അച്ഛാ, ഞാൻ വേണ്ടടാ, നീ ഒന്നും പറയണ്ട. നിങ്ങൾ കരുതുന്ന പോലെ ബാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓഹോ, കൂട്ടുകാരന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാണല്ലേ? വേണ്ട, ഞാൻ വക്കാലത്തൊന്നും പറയാൻ വന്നതല്ല. ഞാൻ കാരണം അകന്നുപോയ രണ്ട് മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വന്നതാണ്. നാടകക്കാരെല്ലാം കൂടി എന്റെ വീട്ടിൽ നാടകം കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? കൊള്ളാം. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത്. കേട്ടതൊന്നും സത്യമല്ല നാരായണൻ നായരെ. നടന്നത് എന്താണെന്ന് വേണ്ട ഏട്ടാ, എല്ലാം ഞാൻ പറയാം. ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? പന്ത് കളിക്കാൻ. നിക്ക. നീ എന്തിനുള്ള പുറപ്പാടായത്? ബാലു, നീ തടസ്സം നിൽക്കരുത്. രണ്ടെണ്ണം കൂടി പിടിപ്പിച്ചാലേ എനിക്ക് സുഖാവും. മതി, നീ ഇപ്പൊ തന്നെ ഓവറാണ്. അതങ്ങ് കോങ്ങാറ്റ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. 2 ഫുൾ ബോട്ടിൽ വെള്ളം ചേർക്കാതെ അടിച്ച് റെക്കാർഡ് സൃഷ്ടിച്ചിട്ടുള്ളവനാണ് ഈ സുബ്രഹ്മണ്യം. പറഞ്ഞു കൊടുക്കണേ. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തോട്ടെ. എങ്കില് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. അത് വേണ്ട, നമ്മള് സ്മോൾ അടിച്ച് റിലാക്സ് ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ച് നമ്മളെ വേണം തല്ലാൻ കാണാൻ. എടാ, എന്നും കൊന്നും വലിയ പുണ്യാളനായി കഴിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. ജീവിതം എന്താണെന്ന് ഇന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. നീ വാ. വേണ്ട, ഒരു ഡബിൾ റൂം വേണം. 4 ബെഡുള്ള റൂം വേണം. എന്തിനാ കള്ള അഡ്രസ് എഴുതിയത്? നിന്റെയൊക്കെ കയ്യിലിരിപ്പിന് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോ കള്ള അഡ്രസ് കൊടുക്കുന്നതാണ് ബുദ്ധി. അനുഭവം ഗുരു. അല്ല, നിന്റെ അഡ്വാൻസ് 100 രൂപ തന്നേക്കും. ഇവർക്ക് 3-ാം നമ്പർ മുറിയുടെ ചാവി എടുത്തോണ്ട് വരൂ. പേഴ്സ് എന്റെ ഇരിക്കട്ടെ. എന്റെ നിന്റെ ഒക്കെ ചെലവിന് ആവശ്യം. ലഗേജ് ഒന്നുമില്ല. ഞങ്ങളൊക്കെ തന്നെ ലഗേജ്. നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ എടുത്തോ. വരൂ. ചേട്ടാ, ഇവിടെ മഴയാണ്. എന്നാ കൊടയുണ്ടോ? അളയാ, ഒരു കിളി. എന്നാ നീ വിളി. അതെ, വിശക മുട്ടട്ടെ. മുട്ടി നോക്കി തട്ടിയിട്ട് എന്നെ കിട്ടില്ല, എന്നെ വിട്ടേര്. ഞാൻ എന്റെ പാട്ടിന് പോട്ടെ. ആശാനെ അറിയോ?
ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഓ എനിക്ക് ഓർമ്മയില്ല സാറേ. ആ, ഓർമ്മയില്ലാത്തതേ മറന്നുകൊണ്ടാ. മറക്കുന്നത് ഓർമ്മയില്ലാത്തോണ്ടാ. ആ മുറിയിലിരിക്കുന്ന കക്ഷി ഏതാ? അത് ഇവിടെ നേരത്തെ വെയിറ്റർ ആയിരുന്ന നാണുവാശാന്. അതല്ല ഏട്ടാ, ആ പെൺകൊച്ചി. അയ്യോ സാറേ, അത് ആശാന്റെ മകളാ. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ വന്നതാ. അതിനെന്താ, ഇന്റർവ്യൂ നടക്കട്ടെ. ഒരു നല്ല ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ എന്നെ ഒന്ന് പരിചയപ്പെടുന്നു. വേണ്ട സാറേ, ഇത് അങ്ങനെയുള്ള കേസൊന്നുമല്ല. സാറ് എന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. അയ്യോ, ഞാൻ ഉമ്മ തരാം. എന്നെ കിടത്താ നടക്കുക. അളിയാ, എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അടിയാണോ? സുബ്രഹ്മണ്യ, മര്യാദയ്ക്ക് ഒന്ന് കിടക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ വരാം. ഇത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ. നമ്മളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ജോലി ഒരുക്കുന്ന ഒരു പണിക്ക് ഞാനില്ല, എന്നെ വിട്. എനിക്ക് ഇതിലുള്ള പൈസ മുഴുവൻ ചെലവാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. അവന്റെ കയ്യിൽ ഉറക്ക ഗുളികയുണ്ട്, അത് കൊടുത്ത് ഉറക്കാൻ നോക്ക്. ഇപ്പൊ വരാന്ന്. ഇവനെ കൊണ്ട് ഇറങ്ങേണ്ടിയില്ലായിരുന്നു. അവൻ കുപ്പി അപ്പാൻ പോയതാ. ബാലു, നീ ഒന്ന് ചെന്ന് അന്വേഷിക്കും. എന്താ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ? തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഇല്ലല്ലോ. കൊണ്ട് നടക്കരുത്. അല്ല, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. എവിടെ വെച്ച്? നല്ല മുഖപരിചയം. സാറിന് എവിടെയാ ജോലി? ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സൂപ്പറുണ്ടാ. ഞങ്ങളൊരു ടൂറിന് ഇറങ്ങിയത്. എന്തെങ്കിലും സർക്കാർ ജോലി പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു PSC മെമ്പർ. നിനക്കെന്താണ് ഇവിടെ? നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദീർഘായുസ്. അശനെ, ഇവനാണ് ആള്. കാര്യമായിട്ടൊന്ന് കണ്ടാ മതി. ജോലി ഉറപ്പ. അത്രയ്ക്ക് പിടിക്കണം. നീ വന്നേ. ഞാൻ വരാം. നീ പൊക്കോ, ഞാൻ വരാം. പോ. എനിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടു. വാ ചേട്ടാ. അയ്യോ, തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം. ഞാൻ ലേസ് സ്മോൾ അടിച്ചിട്ടുണ്ട്. സാർ അടിക്കൂ? 2 സ്മോൾ അടിച്ചാലേ എനിക്ക് ഉറക്കം വരും. എന്നെ പോലെ തന്നെ. പക്ഷെ ഇപ്പൊ എവിടെ കിട്ടാനാ? അയ്യോ, അതിന് വിഷമിക്കണ്ട. സാധനം എന്റെ കയ്യിലുണ്ട്. സാറ് വന്നാ മതി, നമുക്ക് പുറത്തിരിക്കാം. ഞാൻ മോളോടൊന്ന് പറയട്ടെ. പറഞ്ഞാട്ടെ. മോളെ ആഹാരം കഴിച്ച് കിടന്നോ? അച്ഛൻ ഇപ്പൊ തന്നെ വരാട്ടോ. അച്ഛൻ വീണ്ടും കുടിക്കാൻ പോവല്ലേ? അല്ലെന്നേ, ഞാൻ ഇപ്പൊ വരാം. പോവാ സാറേ. ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. അന്നാ കേട്ടാ. നീ കുടിക്കരുതെന്ന് ഞാൻ പറയുമായിരുന്നു. റഷീദേ, നമുക്ക് പുതിയൊരു VIP ഉണ്ട്. ഇതാ. നമസ്കാരം. ഇരിക്കണം സാർ. നീ ബാലുവിന്റെ കണ്ണ് വെട്ടിച്ചിഞ്ഞ് പോന്നല്ലേ? ഞങ്ങൾ നിന്റെ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. അതുകൊണ്ട് നിന്റെ വെട്ടിപ്പ് ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഇയാളെ ഒന്ന് വളയ്ക്കാൻ പോവാ. ഇത് വളച്ച ഒടിഞ്ഞു പോവല്ലോ. സോഡ വേണ്ട, സോഡ വേണ്ട. നീ ഒഴിക്കടാ. സോഡ വേണ്ട, സോഡ വേണ്ട, സോഡ വേണ്ടേ? കേട്ട്. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. പോയോ? ഒരു കുഴപ്പമില്ലേ? പിറ്റ ഞാൻ പോയി കുറച്ച് ഐസ് വാട്ടർ കൊണ്ടുവരാം. മുഖത്ത് തളിച്ച it'll be all right. നീ പോയി വേഗം ഐസ് വാട്ടർ കൊണ്ടുവാ കേട്ടോ.
അമ്മേ, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ബാലു, അനിയത്തി, വരട്ടെ അമ്മേ, വരട്ടെ.